നമസ്കാരം. ശ്രീ കോട്ടയം പുഷ്പനാഥിന്റെ വിശ്വപ്രസിദ്ധമായ കുറ്റാന്വേഷണ കഥയാണ് ലെവൽ ക്രോസ് എന്ന ക്രൈം ത്രില്ലർ സസ്പെൻസ് നോവൽ. തുടക്കം മുതൽ ഒടുക്കം വരെ വായനക്കാരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന അതിഗംഭീര രചനയാണ് കോട്ടയം പുഷ്പനാഥിന്റെ ലെവൽ ക്രോസ്. കോട്ടയത്തിനടുത്ത് റെയിൽവേ ട്രാക്കിൽ തുടർച്ചയായി നടക്കുന്ന മരണങ്ങളും അതിന്റെ പിന്നിലെ നിഗൂഢ കാരണങ്ങളുമാണ് കഥയുടെ ഇതിവൃത്തം. ഇയർഫോണുകളുടെ സഹായത്താൽ കഥ മുഴുവനായും കേൾക്കുവാൻ അഭ്യർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം. നമുക്ക് ഈ വഴിക്ക് തിരിയാം. രവി തന്റെ ടോർച്ച് ലൈറ്റിൽ നിന്നും പരിങ്ങി പുറത്തേക്ക് വന്ന പ്രകാശം ഇടത്തോട്ട് ചായിച്ചു. ഇടയ്ക്കറിയാതെ വാച്ചിൽ നോക്കി. മണി രാത്രി 1:10. മെയ് 22 ബുധൻ. വാച്ചിൽ ബുധനാഴ്ചയാണെങ്കിലും ശരിക്കു പറഞ്ഞാൽ ചൊവ്വാഴ്ച രാത്രിയാണ്. കറുത്തവാവായതുകൊണ്ട് ആകാശത്ത് പ്രകാശമില്ല. അവിടെവിടെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന നക്ഷത്രങ്ങൾ ഭയന്നു വിറച്ച് കൺപീലികൾ കൂട്ടിയടയ്ക്കുന്നു. ഒരു മഴയ്ക്കുള്ള മുന്നോടിയായി കിഴക്ക് കമ്പക്കെട്ടിന്റെ അടയാളങ്ങൾ കാണുന്നുണ്ട്. 10 വർഷങ്ങൾക്ക് ശേഷം നാട്ടിലെത്തിയ സുഹൃത്തുമായി രണ്ടാമത്തെ ഷോ കഴിഞ്ഞ് അദ്ദേഹത്തെ വീട്ടിലെത്തിക്കുവാൻ അതുവഴി വന്നതാണ്. മിസ്റ്റർ ഹമീദിനെ പടി കയറ്റി വിട്ട ശേഷം തിരികെ മടങ്ങുകയും വേണം. സാധാരണ ആൾ സഞ്ചാരമില്ലാത്ത വഴിയാണ്. 8 അടിയോളം വീതിയുള്ള ആ പാതയിൽ കൂടി വല്ലപ്പോഴും ഒരു കാർ വന്നെങ്കിലായി. അപ്പോൾ മാത്രം ഗേറ്റിന്റെ ചങ്ങലയഴിക്കുവാൻ ഒരു വാച്ചർ തൊട്ടടുത്തുള്ള ഒരു മുറിയിൽ താമസമുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്കുള്ള റെയിൽപാത കോട്ടയം സ്റ്റേഷന് കുറെ തെക്കുഭാഗത്തായി ആ നാട്ടുവഴിയെ മുറിച്ച് കടന്നു പോകുന്നു. വഴി തീവണ്ടി ഓടുന്നതിന് മുമ്പും ഉണ്ടായിരുന്നു. ഏകദേശം 1/2 കിലോമീറ്റർ ചുറ്റളവിൽ ആൾതാമസമില്ലാത്ത സ്ഥലമാണ്. ലെവൽ ക്രോസിന് വടക്കോട്ട് നീണ്ട 2 കറുത്ത മലമ്പാമ്പുകളെ പോലെ റെയിൽ പാളങ്ങൾ വളവില്ലാതെ ഇഴഞ്ഞിഴഞ്ഞ് ഇരുളിന്റെ ഗുഹയിൽ കയറുന്നു. തെക്കുവശത്തേക്കുള്ള വഴി വലത്തോട്ട് വളഞ്ഞ് കൊല്ലത്തെ ലക്ഷ്യമാക്കുന്നു. 12:30 കഴിഞ്ഞ് ഒരു വണ്ടി തിരുവനന്തപുരത്തേക്ക് പാഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആ സ്ഥാനം നിശബ്ദതയുടെ കളിത്തട്ടായി മാറും. ഏതെങ്കിലും വാഹനത്തിന്റെ ഹോൺ ശബ്ദം ശ്രവിച്ചാലല്ലാതെ തന്റെ മുറിയുടെ ഉറപ്പുള്ള വാതിൽ തുറക്കുവാൻ വാച്ചർ ഒരിക്കലും കൂട്ടാക്കാറില്ല. ആത്മഹത്യക്കാർക്കുള്ള ഒരു അഭയസ്ഥാനമാണ് ലെവൽ ക്രോസ്. പലരും ആ സ്ഥലം അവസാനത്തെ രംഗമാക്കിയിട്ടുമുണ്ട്. പാളത്തിന് ഇരുവശങ്ങളിലുമായി അവിടെ വെച്ച് ജീവിതം അവസാനിപ്പിച്ചവരെ കുഴി തോണ്ടി മറവ് ചെയ്തിട്ടുണ്ട്. അല്പം കൂടി പോയാൽ നമുക്ക് ഗേറ്റ് കടന്ന് അപ്പുറമെത്താമല്ലോ, അതല്ലേ എളുപ്പം? ഹമീദ് ചോദിച്ചു. രവി പോക്കറ്റിൽ നിന്നും ഒരു ആകൃതി നശിച്ച സിഗരറ്റ് എടുത്ത് നിവർത്തി ചുണ്ടിൽ വെച്ചു തീപ്പെട്ടി ഉരച്ച് കത്തിച്ചു. ആ വഴിക്കാണെങ്കിൽ അധികം നടക്കേണ്ട. പിന്നെ അങ്ങുവരെ ഒരു വെളിച്ചം പോലും കാണാൻ കഴിയില്ല. തന്റെ കയ്യിൽ കുറഞ്ഞത് 500 രൂപയെങ്കിലുമില്ലേ? നമ്മുടെ കയ്യിൽ പേരിന് ഒരു ചെറിയ പേനാക്കത്തിയെങ്കിലും ഉണ്ടോ? മാത്രമല്ല അവിടെ ഒരുപാട് മരണങ്ങൾ നടന്നിട്ടുള്ളതാണ്. കുറച്ചധികം നടക്കണമെന്നല്ലേ ഉള്ളൂ. രവി ടോർച്ചിന്റെ ബാറ്ററികൾ തിരിച്ചിട്ട ശേഷം സ്വിച്ചിൽ വിരലമർത്തി. പഴയതിലും അല്പം പ്രകാശമുണ്ടെന്ന് തോന്നി. അക്കാര്യത്തിൽ താൻ ഭയപ്പെടേണ്ട. ഹമീദ് തന്റെ ട്രൗസറിന്റെ കീശയിൽ നിന്നും വിദേശ നിർമ്മിതമായ ഒരു കത്തി പുറത്തെടുത്തു. സ്പ്രിങ് പോലുള്ള ആ കത്തിയുടെ ഒരു വശത്ത് അദ്ദേഹം ഞെക്കിയപ്പോൾ 1.5 അടിയോളം നീളത്തിൽ മിന്നിത്തിളങ്ങുന്ന മൂർച്ചയുള്ള ഭാഗം പുറത്തേക്ക് ചാടി. എന്താ ഇതുപോരെ? ഹമീദ് ചോദിച്ചു. അതിന് മറുപടി നൽകാതെ രവി ടോർച്ച് മുന്നോട്ട് തന്നെ തെളിച്ചു. ലെവൽ ക്രോസ് അവർ അകലെ നിന്നും കണ്ടു. അവിടെ നടന്നിട്ടുള്ള മരണങ്ങൾ രവിയുടെ ചിന്താസരണിയിൽ ഒന്നിനു പുറകെ ഒന്നൊന്നായി കടന്നുവന്നു. ഒരിക്കൽ തലയും തുടയെല്ലുകളും അറുത്തു വേർപെട്ട നിലയിൽ കിടന്നിരുന്ന ഒരു സ്ത്രീയുടെ രൂപം തന്റെ മുൻപിൽ കിടന്ന് പിടയുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി. അതുപോലെ എത്രയോ മരണങ്ങൾ. രാത്രികാലങ്ങളിൽ ആരും ആ വഴി തനിച്ച് സഞ്ചരിക്കാറില്ല. മനുഷ്യ മനസ്സുകളിൽ യുഗങ്ങളായി നശിക്കാതെ പിറവിയെടുത്തുകൊണ്ടിരിക്കുന്ന അന്ധവിശ്വാസം ഇരുളിൽ അവന്റെ മുൻപിൽ പ്രേതപിശാചികൾക്ക് രൂപം നൽകിക്കൊണ്ടിരുന്നു. ഇന്നും അതിനൊരു പരിഹാരം കാണാതെ മുന്നോട്ട് നീങ്ങുന്നു. പെട്ടെന്ന് രവി മുന്നോട്ട് വലിഞ്ഞു. എന്തുപറ്റി? ഹമീദ് തന്റെ കത്തിയുടെ പിടിയിൽ കൈമുറുക്കിക്കൊണ്ട് ചോദിച്ചു. അതാ ആരോ പാളത്തിൽ കമഴ്ന്നു കിടക്കുന്നു. പതറിയ സ്വരത്തിൽ രവി ടോർച്ച് കെടുത്തി. അതാരെങ്കിലും ലെക്ക് കെട്ട് കിടക്കുന്നതായിരിക്കും. ഹമീദിന് കണ്ടപ്പോൾ അത് ഭയം തോന്നിയില്ല. പോർക്കളത്തിൽ അംഗഭംഗം വന്ന 100 കണക്കിന് ശവശരീരങ്ങൾ കണ്ടു തഴമ്പിച്ച ആ കണ്ണുകൾക്ക് റെയിൽ പാളത്തിൽ കിടന്ന മനുഷ്യരൂപത്തെ ഒരു കളിപ്പാവയെ പോലെ തോന്നിയുള്ളൂ. വരൂ, നമുക്കടുത്ത് ചെന്ന് നോക്കാം. വല്ല ഗുഡ്സും വന്നാൽ നാം ഗൗനിക്കാതെ പോയാൽ അത് തെറ്റാണ്. ഹമീദ് ഗേറ്റും കടന്ന് കരിങ്കൽ ചീളുകൾ ചവിട്ടി ഇടത്തോട്ട് 2 ചൂട് വെച്ചു. രവി ലൈറ്റുമായി പിന്നാലെ എത്തി. ആ ലൈറ്റിങ് തരൂ. ഹമീദ് രവിയുടെ കയ്യിൽ നിന്നും ലൈറ്റ് വാങ്ങി പാളത്തിൽ തലവെച്ച് കിടന്ന രൂപത്തെ ശ്രദ്ധിച്ചു. രവി ഒന്നേ നോക്കിയുള്ളൂ. രക്തത്തിൽ കുളിച്ചു കിടന്ന ആ ശരീരത്തിൽ 2 കൈകളും ഒരു കാലും നഷ്ടപ്പെട്ടിരുന്നു. ഒരു കാൽ ഉള്ളിലേക്ക് വലിച്ചു വെച്ചിരുന്നു. കൈമുട്ടിന് താഴോട്ട് മുറിഞ്ഞുപോയിരുന്നു. വെളുത്ത പാവാട ചിന്നിച്ചിതറി കാൽമുട്ടിന് മുകളിലേക്ക് തീർത്ത് കയറ്റിയതുപോലെ കാണപ്പെട്ടു. നീണ്ട ചുരുണ്ട തലമുടി പിൻഭാഗം മറയ്ക്കത്തക്ക വണ്ണം പറന്നു കിടന്നിരുന്നു. മുറിഞ്ഞുപോയ കരങ്ങൾ പാളത്തിന് ഒരടി അകലെ. വിരലുകൾ അകന്ന് ചോരയിൽ മുങ്ങി ചുവന്ന് വിറങ്ങലിച്ചു. ഇനിയൊരിക്കലും ചലിക്കാതെ. വരൂ, ഇനി അധിക സമയം നിന്നാൽ അപകടമാണ്.
ഹമീദ് പാളങ്ങൾക്കപ്പുറം കടന്ന് ഒരു തവണ കൂടി ടോർച്ച് മിന്നിച്ചു നോക്കി. ചെറുപ്പക്കാരിയാണ്. ഇതുപോലെ തന്നെ ഒരു കാഴ്ച ഇതിനു മുൻപ് ഈ സ്ഥാനത്ത് വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അത് പകലായിരുന്നു. ആ പ്രേതത്തിന്റെ തല തെറിച്ചു പോയിരുന്നു. അതൊരു ആത്മഹത്യയായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിൽ ആ സ്ത്രീ ഗർഭിണിയാണെന്ന് പിന്നീട് അറിഞ്ഞു. ഇതും ചിലപ്പോൾ അങ്ങനെയായിരിക്കും. അകന്ന കാലടികൾ വയ്ക്കുന്നതിനിടയിൽ രവി പറഞ്ഞു. താൻ ആ ശവശരീരത്തിന്റെ മുഖം കണ്ടായിരുന്നു. ഹമീദ് ടോർച്ചിന്റെ പിന്നിലെ മൂടി ഒന്നുകൂടി അമർത്തി തിരിച്ചു. സ്വിച്ചിൽ വിരലമർത്തി. ഇല്ല, ഞാൻ ഒന്നേ നോക്കിയുള്ളൂ. രവി അറിയാതെ പിന്നോട്ട് തിരിഞ്ഞു നോക്കി. ലെവൽ ക്രോസ് ഇരുളിലാണ്ടിരുന്നു. നക്ഷത്രങ്ങളുടെ പ്രകാശത്തിൽ ഗേറ്റിലെ വെളുപ്പ് നിറം അസ്ഥികൂടങ്ങൾ പോലെ ഉയർന്നു നിൽക്കുന്നത് അയാൾ കണ്ടു. ആ അന്ധകാരത്തിന്റെ ഉള്ളിൽ ഒരു സ്ത്രീയുടെ ജീവൻ അതിന്റെ ജഡത്തെ സൂക്ഷിച്ചു നോക്കി നെടുവീർപ്പിടുന്നത് അയാൾ തന്റെ ഉപബോധ മനസ്സിന്റെ തിരശീലയിൽ ദർശിച്ചു. അത് നമ്മുടെ കുസുമത്തിന്റെ മുഖം പോലിരിക്കുന്നു. ഹമീദ് ശബ്ദം താഴ്ത്തി പറഞ്ഞു. കുസുമത്തിന്റെയോ? നമ്മൾ ഇന്ന് കണ്ട സിനിമയിലെ മേരിക്കുട്ടിയോ? ചേച്ചേ, അതാകാൻ വഴിയില്ല. തനിക്ക് തോന്നിയതായിരിക്കും. രവി അത്ര പ്രാധാന്യം നൽകാതെ മറുപടി നൽകി. എന്റെ ഒരു തോന്നലാണ് ഞാൻ പറഞ്ഞത്. ഇടതുവശത്തേക്ക് തിരിഞ്ഞല്ലേ പ്രേതം കിടന്നിരുന്നത്? ഞാൻ ശരിക്കു കണ്ടു. അവിടെ വെച്ച് തന്നെ ഒരു ബലമായ സംശയം എനിക്ക് തോന്നിയിരുന്നു. ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അടുത്ത കാലത്ത് ചലച്ചിത്ര രംഗത്ത് കാലുകുത്തിയ ഒരു കോളേജ് വിദ്യാർത്ഥിനിയായിരുന്നു കുസുമം. ആദ്യം തമിഴ് ചിത്രങ്ങളിൽ അപ്രധാന റോളുകളിൽ അഭിനയിച്ചിരുന്ന അവൾ മലയാളത്തിൽ കടന്നിട്ട് 2 വർഷത്തിലധികമായിട്ടില്ല. വളരെ പെട്ടെന്ന് ഈ വ്യവസായത്തിൽ കാലുകുത്തിയ റോബിൻസൺ എന്ന ഒരു തേയില വ്യാപാരിയാണ് അവൾക്ക് ഇന്നത്തെ ഈ നിലയുണ്ടാക്കി കൊടുത്തത്. അദ്ദേഹം നിർമ്മിച്ച ആദ്യ ചിത്രം തന്നെ കുസുമത്തിന് പ്രധാന റോൾ നൽകിക്കൊണ്ടുള്ളതായിരുന്നു. വാരക്കണക്കിന് പ്രദർശിപ്പിക്കപ്പെട്ട ആ ചിത്രം സാമ്പത്തികമായി വൻപിച്ച വിജയമായിരുന്നു. അതേ ചിത്രത്തിലെ നായികയുടെ പേര് തന്നെ അവൾ പിന്നീട് സ്വീകരിച്ചു. വലത്തോട്ടുള്ള ഒറ്റയടി പാതയിൽ കൂടി അല്പം നടന്നപ്പോൾ ഹമീദിന്റെ വീടിനടുത്തെത്തി. ഒരു ചെറിയ ബൾബ് വരാന്തയിൽ കത്തിക്കിടന്നിരുന്നു. ശരി, താൻ തനിച്ചു പോകുമോ? അതോ ഇന്നിവിടെ തങ്ങിയിട്ട് നാളെ രാവിലെ പോകുന്നതല്ലേ നല്ലത്? ഹമീദ് ഗേറ്റ് തുറക്കുന്നതിനിടയിൽ പറഞ്ഞു. ഇല്ല, നാളെ വെളുപ്പിനെ എനിക്ക് എറണാകുളം വരെ പോകേണ്ടതുണ്ട്. രവി ടോർച്ച് ഹമീദിന്റെ കയ്യിൽ നിന്ന് വാങ്ങി. താൻ ലെവൽ ക്രോസിനടുത്തുകൂടി പോകരുത് കേട്ടോ, ഹമീദ് ഉപദേശ രൂപേണ പറഞ്ഞു. ഇടവഴിയും കഴിഞ്ഞ് രവി റോഡിലെത്തി. പടിഞ്ഞാറോട്ട് 5 ഫർലോങ് നടന്നാൽ ലെവൽ ക്രോസിലെത്തും. അതുവഴി പോകാതിരുന്നാൽ 1 കിലോമീറ്റർ കൂടുതൽ നടക്കേണ്ടതായും വരും. ലെവൽ ക്രോസിൽ വെച്ച് തന്നെ ആരെങ്കിലും കണ്ടാൽ അത് ചിലപ്പോൾ കുഴപ്പമായി തീരാൻ സാധ്യതയുണ്ട്. ഒരു യുവതിയുടെ മൃതശരീരം റെയിൽപാളത്തിൽ കമിഴ്ന്നു കിടക്കുന്നത് വളരെ അടുത്തു നിന്ന് കണ്ടതാണ്. അകലെ നിന്നും തീവണ്ടികളൊന്നും വരുന്ന ശബ്ദം കേൾക്കാനുമില്ല. ബീറ്റ് നടത്തുന്ന ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ കാണാനിടയായാൽ ചിലപ്പോൾ അതൊരു കൊലപാതകം കൂടിയാണെങ്കിൽ താൻ പ്രതിലിസ്റ്റിൽ പെട്ടു എന്ന് വന്നേക്കാം. പകുതി ദൂരം നടന്നപ്പോൾ രവി നിന്നു. വലതുവശത്തേക്ക് ഒരു വഴി തിരിയുന്നുണ്ട്. അതുവഴി നടന്നാൽ ലെവൽ ക്രോസ് ഒഴിവാകും. 2-3 മിനിറ്റ് ഒരു തീരുമാനത്തിലെത്താതെ രവി നിന്നു. ഹമീദിന്റെ വാചകങ്ങൾ രവിയുടെ മസ്തിഷ്കത്തിൽ വീണ്ടും പൊങ്ങി വന്നു. സിനിമാ നടി കുസുമം, അവൾ അഭിനയിച്ച ചിത്രത്തിലെ രംഗങ്ങൾ അപ്പോഴും മനസ്സിൽ നിന്നും മാഞ്ഞിരുന്നില്ല. ക്ലബിൽ വെച്ച് അവൾ നടത്തിയ മാദകമായ നൃത്തം അയാളുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. ഒന്നുകൂടി അതുവഴി പോകുക തന്നെ രവി ഉറച്ചു. പെട്ടെന്ന് അതുവഴി കടന്നു പോകുക. പിന്നിൽ നിന്ന് ആര് വിളിച്ചാലും തിരിഞ്ഞു നോക്കാതിരിക്കുക. ഒരു തീരുമാനമെടുത്ത മട്ടിൽ അയാൾ അതിവേഗം പടിഞ്ഞാറോട്ട് നടന്നു. കയ്യിലിരുന്ന ടോർച്ച് അയാൾ അത്യാവശ്യത്തിന് മാത്രം തെളിച്ചു. ലെവൽ ക്രോസിലെ ഗേറ്റ് ദൃഷ്ടിപഥത്തിലെത്തി. രവിയുടെ പാദങ്ങളുടെ വേഗത കുറഞ്ഞു. ഗേറ്റിന്റെ ഇടതുവശത്തു കൂടി അയാൾ പാളത്തിന്റെ ഇടതുവശത്തുള്ള കരിങ്കൽ കഷ്ണത്തിൽ കാൽ ചവിട്ടി. മൃതശരീരം കിടന്ന സ്ഥാനം അയാൾക്ക് നിശ്ചയമുണ്ടായിരുന്നു. കയ്യിലിരുന്ന ടോർച്ച് ആ ഭാഗത്തേക്ക് തിരിച്ചു പിടിച്ച് അയാൾ സ്വിച്ചിൽ വിരൽ താഴ്ത്തി. അയാളുടെ കണ്ടനാളത്തിൽ ശബ്ദമുയർന്നു. മൃതശരീരം അപ്രത്യക്ഷമായിരിക്കുന്നു. താനും ഹമീദും കണ്ടത് സ്വപ്നമായിരുന്നുവോ? ചേച്ചേ, അങ്ങനെ വരാൻ വഴിയില്ല. ഞങ്ങൾ രണ്ടുപേരും മദ്യപിച്ചിരുന്നില്ല. വ്യക്തമായും അത് കണ്ടതാണ്. രവി ആ ശരീരം കമിഴ്ന്നു കിടന്നിരുന്നതിന്റെ അടുത്തെത്തി. രക്തം, കട്ട പിടിച്ച രക്തം പാളത്തിലും തടിക്കഷ്ണത്തിലും പതിഞ്ഞു കിടപ്പുണ്ട്. തങ്ങൾ കണ്ടത് യാഥാർത്ഥ്യമാണ്. ഇനി ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കുന്നത് ഉചിതമല്ലെന്ന് രവിക്ക് തോന്നി. അയാൾ വടക്കോട്ട് നടന്നു. ഇരുവശവും തന്റെ കയ്യിലിരുന്ന പ്രകാശം കുറഞ്ഞ ടോർച്ച് അയാൾ തെളിച്ചിരുന്നു. പെട്ടെന്ന് ഇരുളിൽ നിന്ന് ഒരു നിലവിളിയുടെ ശബ്ദം അയാൾ കേട്ടു. പടിഞ്ഞാറ് വശത്തുള്ള ഇരുൾ കട്ട പിടിച്ചു കിടക്കുന്ന റബ്ബർ തോട്ടത്തിൽ നിന്നാണ് കരച്ചിലുയർന്നത്. രവിയുടെ ശരീരത്തിലെ രോമകൂപങ്ങളിൽ നിന്നും വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു വന്നു. പെരുവിരലിന്റെ അഗ്രത്ത് നിന്ന് ഒരു മരവിപ്പ് അയാളെ താഴെ നിന്നും മുകളിലേക്ക് ആക്രമിച്ചുകൊണ്ടിരുന്നു. ചില നിമിഷങ്ങൾക്കകം താൻ ബലഹീനനായി നിലംപതിച്ചേക്കുമോ എന്നയാൾ ഭയന്നു. ഒരു കൊലപാതകം നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അതിനുള്ള ശ്രമമായിരിക്കണം താൻ കേട്ട ശബ്ദത്തിനുള്ള പശ്ചാത്തലം ഒരുക്കിയിരിക്കുന്നത്. പരിസരത്ത് എന്തു നടന്നുവെന്ന് വ്യക്തമായി കണ്ടുകൂടാ. തൊട്ടു പിന്നിൽ നിന്ന് ആരെങ്കിലും അപായപ്പെടുത്താൻ ശ്രമിച്ചാൽ പോലും രക്ഷപ്പെടുവാൻ വയ്യാത്ത വിധം പ്രകൃതി അതിന്റെ കരാള രൂപം കൈക്കൊണ്ടു നിൽക്കുകയാണ്. രവി അതിവേഗം വടക്കോട്ട് നീണ്ടു നിൽക്കുന്ന റെയിൽപാളത്തിന്റെ പടിഞ്ഞാറ് വശത്തുള്ള ഒറ്റയടി പാതയിൽ കൂടി നടന്നു.
വളരെ ശ്രദ്ധയോടും മറ്റാരെങ്കിലും തന്നെ കാണുന്നുണ്ടോ എന്ന് ശങ്കിച്ചും അയാൾ ടോർച്ച് ലൈറ്റിന്റെ പ്രകാശം തെളിച്ചു. അടുത്ത നിമിഷം അയാൾ ഞെട്ടിത്തെറിച്ചുപോയി. താൻ നിൽക്കുന്നതിന്റെ ഉദ്ദേശം 10 അടി അകലത്തായി ഒരു നഗ്നമായ കാൽ മണ്ണിൽ നിന്നും മേൽപോട്ട് ഉയർന്നു നിൽക്കുന്നു. വെളുത്ത് ഉരുണ്ട കണങ്കാൽ. അതിന് താഴെ അപ്പോൾ കൂന കൂട്ടിയതുപോലെ പച്ചമണ്ണ് കിടക്കുന്നു. ഇതികർത്ത വ്യഥാമൂഢനായി അയാൾ നിന്നു. മുന്നോട്ടു പോകണോ പിന്നോട്ടോടണോ എന്ന് ഒരു തീരുമാനത്തിലെത്തുവാൻ അയാളുടെ വേഗത്തിലുള്ള ഹൃദയമിടിപ്പ് അനുവദിച്ചില്ല. തലച്ചോറിനുള്ളിൽ ഒരു കടന്നൽ കൂടിളകി. തീപ്പന്തം കണ്ടതുപോലെ കടന്നലുകൾ നാലുപാടും ധിക്കറിയാതെ പറന്നു. തന്നിൽ നിന്ന് അകലുവാൻ കച്ചകെട്ടിയ ധൈര്യത്തെ ഒരു വിധത്തിൽ അയാൾ തടഞ്ഞു നിർത്തി. റെയിൽപാളത്തിൽ വിറങ്ങലിച്ചു കിടന്ന യുവതിയുടെ രൂപം അയാളുടെ മസ്തിഷ്കത്തിൽ കടന്നുവന്നു. അവളുടെ 2 കരങ്ങളും ഒരു കാലും അറ്റുപോയിരുന്നു. ഒരു കാൽ മാത്രം ഉള്ളിലേക്ക് പാളത്തിനിടയിൽ ഒതുക്കി വെച്ചിരുന്നു. ആ പാദമാണോ തന്റെ മുന്നിൽ ഉയർന്നു നിൽക്കുന്നതെന്ന് അയാൾ സംശയിച്ചു. ഹമീദിനെ വീട്ടിൽ കൊണ്ടാക്കി തിരിച്ചു വന്നപ്പോൾ ലെവൽ ക്രോസിൽ മൃതശരീരം കാണാനില്ലായിരുന്നു. ഇപ്പോൾ ഇതാ തന്റെ മുന്നിൽ ഒരു കാൽ മാത്രം ഭൂമിയിൽ നിന്ന് ഉയർന്നു നിൽക്കുന്നു. താൻ ഇപ്പോൾ കേട്ട നിലവിളിക്കും ഈ സംഭവത്തിനും തമ്മിൽ ബന്ധം കാണുമെന്ന് അയാൾ ഊഹിച്ചു. ഇനി കാലെടുത്തു വെച്ചാൽ തന്റെ മുന്നിൽ കാണുന്ന ഭീകര ദൃശ്യത്തിന് അടുത്തെത്തുവാൻ അല്പം കൂടി ദൂരമേ ശേഷിക്കുകയുള്ളൂ. പിന്നോട്ട് നടന്നാൽ താൻ കേട്ട നിലവിളിയുടെ അടുത്തെത്തും. ചെകുത്താനും കടലിനും ഇടയിൽപ്പെട്ടതുപോലെ അയാൾ പരുങ്ങി. വലതുവശം വിശാലമായ പാടശേഖരങ്ങളാണ്. കഴിഞ്ഞ മഴയ്ക്ക് വെള്ളം 1 അടി ഉയരത്തോളം വളർന്ന നെൽച്ചെടികളെ മൂടിയിരിക്കുന്നത് അയാൾ പകൽ സമയം കണ്ടതാണ്. പാടത്തിന് നടുക്കുകൂടിയുള്ള തോട്ടിൽ നില കാണുകയില്ലെന്ന് അയാൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് ആ വഴി പോകാനും നിവൃത്തിയില്ല. ഇരുളിൽ അയാൾ നിന്നു. തീവണ്ടിയുടെ വിസിൽ തെക്ക് നിന്നുയർന്നു. ചില നിമിഷങ്ങൾക്കകം അതിൽ നിന്നും ഇരുളിനെ ഭേദിച്ചുകൊണ്ടുള്ള പ്രകാശം അടുത്തെത്തും. തന്നെയും മണ്ണിൽ ഉയർന്നു നിൽക്കുന്ന കാലും എഞ്ചിൻ ഡ്രൈവറും ഫയർമാനും കാണും. അവർ വണ്ടി നിർത്തിയാൽ തന്നെ തിരിച്ചറിയും. ചിലപ്പോൾ അതിനുള്ളിൽ യാത്ര ചെയ്യുന്ന റെയിൽവേ പോലീസിന്റെ ദൃഷ്ടിയിൽപ്പെട്ടാൽ അവർ പിടിച്ചത് തന്നെ. കഴിവതും വേഗം അവിടെ നിന്നും മാറിയേ തീരൂ. ശബ്ദം അടുത്തുകൊണ്ടിരുന്നു. ഡീസൽ എഞ്ചിനാണ്. ഈ സമയത്ത് പാസഞ്ചർ വണ്ടി വരുവാൻ സാധ്യതയില്ല. ഗുഡ്സ് ട്രെയിൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എഞ്ചിൻ കടന്നു കഴിഞ്ഞാൽ മറഞ്ഞു നിൽക്കുവാൻ സൗകര്യമുണ്ട്. ഇരുമ്പ് ചക്രങ്ങൾ പാളങ്ങളിൽ ഉരുളുന്നു. പാടത്തിനക്കരെയുള്ള തെങ്ങുകൾക്ക് മുകളിൽ പ്രകാശം തറയ്ക്കുന്നത് അയാൾ കണ്ടു. ഒറ്റ മാർഗമേ ഇനി അവശേഷിക്കുന്നുള്ളൂ. താൻ നിൽക്കുന്നതിന് അടിവശത്തുകൂടി പാടത്തിന് മധ്യേയുള്ള തോട്ടിലേക്ക് വെള്ളമൊഴുകുന്ന വലിയ കോൺക്രീറ്റ് കുഴലുണ്ട്. അതിനുള്ളിൽ പകുതിയോളം വെള്ളം കണ്ടേക്കാൻ ഇടയുണ്ട്. അല്പം നനഞ്ഞാലും അതിനുള്ളിൽ അഭയം തേടുവാൻ അയാൾ തീരുമാനിച്ചു. ലൈറ്റ് തെളിയിക്കാതെ താന്നിരുന്ന് ചെരുവ് തലത്തിൽ കൂടി അയാൾ ഇറങ്ങി കലുങ്കിന് താഴെയെത്തി. ചെളിയിൽ ചവിട്ടി. വണ്ടി എത്തിക്കഴിഞ്ഞു. അയാൾ കുഴലിനുള്ളിലേക്ക് വലിഞ്ഞു. തനിക്ക് മുകളിൽ ടൺ കണക്കിനുള്ള ഇരുമ്പ് വാഗണുകൾ നിരങ്ങി നീങ്ങുന്നത് കേട്ട് അയാൾ നടുങ്ങി. ഭൂമി കുലുക്കിക്കൊണ്ട് അത് അകന്നകന്നുപോയി. അയാൾ കലുങ്കിന് വെളിയിൽ വന്നു. അകന്നുപോകുന്ന ഗാർഡ് റൂമിന്റെ പിന്നിലെ ചുവന്ന വെളിച്ചം ഇരുളിലേക്ക് ഊളിയിടുന്നത് ഒടുവിൽ ഇല്ലാതായി. വീണ്ടും പഴയ വികാരത്തിലേക്ക് തിരിച്ചു വന്നു. വാച്ചിൽ നോക്കി. മണി 2 ആകാൻ 10 മിനിറ്റ് കൂടിയുണ്ടെന്ന് റേഡിയം ഡയൽ മുന്നറിയിപ്പ് നൽകി. ആരോ ഒരാളോട് നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി. താൻ തീർച്ചയായും കണ്ടതാണോ അതോ തോന്നിയതാണോ? അല്ലല്ല, അതിന് 10 അടി തെക്കുമാറിയാണ് അയാൾ നിന്നത്. എപ്പോഴാണ് കണ്ടത്? ഞാനും ശങ്കരനും കൂടി മറ്റേത് ശരിയാക്കിയ ശേഷം ഇങ്ങോട്ട് മാറിയപ്പോ യാദൃച്ഛികമായിട്ട് ഞാനൊന്ന് നോക്കിയതാണ്. അയാളുടെ കയ്യിൽ ടോർച്ച് ഉണ്ടായിരുന്നു. ആരോ ചിലർ താൻ ഇരിക്കുന്നതിന്റെ അല്പം ദൂരെയായി സംസാരിക്കുന്നത് രവിയുടെ കാതുകളിൽ പതിഞ്ഞു. അവരുടെ വിഷയം തന്നെപ്പറ്റിയാണെന്ന് അയാൾക്ക് തോന്നി. തന്നെ തേടിയാണ് അവർ നടക്കുന്നത്. ഈ അവസ്ഥയിൽ അവരുടെ മുൻപിൽപ്പെട്ടാൽ തന്റെ ഗതിയും കുറെ മുമ്പ് കണ്ട ഭീകര ദൃശ്യത്തിന് സമമായിരിക്കും. തെളിവുകൾ മായ്ച്ചു കളയാൻ അവർ തന്നെ തേടുകയാണ്. രവി വീണ്ടും കുഴലിനുള്ളിൽ മറഞ്ഞു. ഇവിടെ അടുത്തെവിടെയെങ്കിലും കാണാതിരിക്കില്ല. ചിലപ്പോ റെയിൽവേ ജോലിക്കാരായിരിക്കുമോ? നൈറ്റ് ഡ്യൂട്ടിയിലുള്ള ആയിരിക്കും. അവരാണെങ്കിൽ ഭയപ്പെടാനില്ല. അതെന്താ? അവർ ഒരിക്കലും നമ്മെ കണ്ടാൽ കൂടി തിരിച്ചറിയുകയില്ല. അതേസമയം നാട്ടുകാരെങ്കിലും ആണെങ്കിൽ കുഴപ്പത്തിലാകും. ഇല്ല, ഇവിടെങ്ങും കാണുന്നില്ല. നമുക്ക് മടങ്ങാം. അകന്നുപോകുന്ന കാലടിപ്പാടുകൾ. ലെവൽ ക്രോസിന് അടുത്തു നിന്ന് ഒരു കാറിന്റെ എഞ്ചിൻ പ്രവർത്തിക്കുന്ന ശബ്ദം. പടിഞ്ഞാറോട്ട് കാർ പാഞ്ഞുപോയി. പരിസരത്ത് ആരുമില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അയാൾ തിരികെ പാളത്തിലെത്തി തെക്കോട്ട് നടന്നു. ലെവൽ ക്രോസിലെ വാച്ചറെ വിളിച്ചുണർത്തി താൻ സാക്ഷിയായ വിവരങ്ങൾ ധരിപ്പിക്കണമെന്ന ഒരു ചിന്ത അയാളിൽ അങ്കുരിച്ചു. താനും ഹമീദും കൂടി സിനിമയ്ക്ക് പോയതും അതിനുശേഷം ലെവൽ ക്രോസിൽ കണ്ട യുവതിയുടെ മൃതശരീരവും ഹമീദിനെ വസതിയിലാക്കിയ ശേഷം തിരികെ വന്നപ്പോൾ കണ്ട ഭീകര കാഴ്ചയും വാച്ചറെ ധരിപ്പിക്കണം. ഒരു പൗരൻ എന്ന നിലയിൽ അത് തന്റെ കടമയാണ്. ഇല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും അത് തന്നെ പിന്തുടർന്ന് ശല്യം ചെയ്യും. താൻ മൂലം ഈ സംഭവത്തിന് ഒരു അവസാനം കണ്ടെത്തുവാൻ കഴിഞ്ഞാൽ അതൊരു നേട്ടമായിരിക്കുമെന്ന് അയാൾ കരുതി. വാച്ചറെ വിളിക്കുവാൻ തന്നെ നിശ്ചയിച്ചുകൊണ്ട് അയാൾ നടന്നു. പെട്ടെന്ന് ഒരു മലയിടിഞ്ഞ് ശിരസിൽ വീണതുപോലെ അയാൾ ലെവൽ ക്രോസിൽ നിന്നു. പാളത്തിൽ ഒരാൾ കമഴ്ന്നു കിടക്കുന്നു. അടുത്തു ചെന്ന് നോക്കുവാൻ
രവിയുടെ അന്തരംഗം പ്രേരിപ്പിച്ചു. മുതുകിൽ കൂടി ഇരുമ്പ് ചക്രങ്ങൾ കയറിയിറങ്ങിയതിന്റെ ഫലമായി ശരീരം 2 തുണ്ടായി രക്തത്തിൽ കുളിച്ചു കിടന്നിരുന്ന ആ കബന്ധം ആരെയും നിരുദ്ധകണ്ഠരാക്കുന്ന വിധത്തിലുള്ളതായിരുന്നു. 1-2 മണിക്കൂറിനുള്ളിൽ അയാൾ 2 മരണങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. അവ രണ്ടും കൊലപാതകങ്ങളാണെങ്കിൽ പ്രഥമ സാക്ഷി താനായിരിക്കുമെന്ന് അയാൾക്ക് നിശ്ചയമുണ്ടായിരുന്നു. വാച്ചറുടെ മുറിയുടെ വാതിൽക്കൽ വരെ അയാൾ ഒരു വിധത്തിൽ നടന്നെത്തി. ശബ്ദം പുറത്തേക്ക് വരുത്തുവാൻ അയാൾ പാടുപെട്ടു. വാച്ചർ ഉണർന്നു കഴിഞ്ഞാൽ താൻ സർവ്വതും പറയേണ്ടി വരും. അപ്പോൾ ആദ്യം അറിയിക്കാതിരുന്നതിന്റെ കുറ്റം തന്റെ ചുമലിൽ വീഴുമെന്നോർത്തപ്പോൾ തൽക്കാലം അതിൽ നിന്ന് പിൻവാങ്ങുവാൻ തന്നെ രവി തീരുമാനിച്ചു. തിരികെ വന്ന് അയാൾ അതിവേഗം പടിഞ്ഞാറോട്ട് നടന്നു. സ്വവസതിയിലെത്തിയ ശേഷം കിടക്കയിൽ അയാൾ കമിഴ്ന്നു കിടന്നു. കണ്ണടയ്ക്കുമ്പോൾ പോളകളെ മറികടന്നുകൊണ്ട് ഒരു ദുസ്വപ്നം പോലെ ലെവൽ ക്രോസിൽ അഭിമുഖീകരിക്കേണ്ടി വന്ന സംഭവം അയാളുടെ മുന്നിൽ ഒരു ചലച്ചിത്രം പോലെ തെളിഞ്ഞു വരും. തനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്ന അനുഭവങ്ങൾ ആരെയെങ്കിലും ധരിപ്പിച്ചേ കഴിയൂ എന്ന് അയാളുടെ അന്തരംഗം ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരുന്നു. ഹമീദിനെ രാവിലെ തന്നെ കണ്ട് അതിനുശേഷം കാഴ്ചകൾ അയാളോട് പറയുക. പിന്നീട് ഹമീദിന്റെ അഭിപ്രായം അനുസരിച്ച് പ്രവർത്തിക്കട്ടെ. ഒരു പട്ടാളക്കാരനെന്ന നിലയിൽ പോലീസ് വൃത്തങ്ങളിൽ ഹമീദിന് പിടിപാടുണ്ടെന്ന് രവിക്കറിയാമായിരുന്നു. 5 മണിക്കുള്ള സൈറൻ മുഴങ്ങുന്നത് കേൾക്കുവാൻ അയാൾ കാത്തുകിടന്നു. ബീഡി പാക്കറ്റുകൾ കട്ടിലിന് താഴെ പതിവിലധികം വീണു. ഒടുവിൽ അയാൾ പ്രതീക്ഷിച്ച സമയം വന്നു. സൈറൻ മുഴങ്ങി. ഒരു നിമിഷം പോലും പാഴാക്കാതെ അയാൾ കിടക്ക വിട്ട് വസ്ത്രം മാറി ഹമീദിന്റെ ഗൃഹത്തിലേക്ക് യാത്രയായി. ലെവൽ ക്രോസിലെ ഗേറ്റിന് ദൂരെ നിന്ന് കണ്ടപ്പോൾ ഹൃദയമിടിപ്പിന് വേഗത കൂടി. ആരൊക്കെയോ അവിടെ കൂടി നിൽപ്പുണ്ട്. പാളത്തിന് ഇരുവശത്തും തിരിച്ചറിയുവാൻ പാടില്ലാത്ത മുഖങ്ങൾ. അടുത്തെത്തി. പാളത്തിൽ അപ്പോഴും തലേന്ന് കണ്ട പുരുഷന്റെ പ്രേതം കമിഴ്ന്നു കിടപ്പുണ്ട്. താങ്കൾ രാവിലെ എവിടെ പോകുന്നു? റെയിൽവേ ലൈനിലെ ചില്ലറ കേടുപാടുകൾ തീർക്കുന്ന കീമാൻ വാസുപിള്ള രവിയുടെ പരിചയക്കാരനായിരുന്നു. ഇവിടെ അടുത്ത് എന്റെ ഒരു സ്നേഹിതൻ താമസമുണ്ട്. വളരെ അത്യാവശ്യമായി അദ്ദേഹത്തെ കാണേണ്ടതുണ്ട്. അറിയാതെ രവിയുടെ കണ്ണുകൾ റെയിൽവേ ലൈനിൽ കൂടി വടക്കോട്ട് തെന്നിമാറി. നഗ്നമായ കണങ്കാൽ മാത്രം മണ്ണിന് മുകളിൽ ഉയർത്തിവെച്ചിരിക്കുന്ന ഭാഗത്ത് യാതൊരു അടയാളവും കാണുവാനില്ല. താൻ വെറും ഒരു സ്വപ്നലോകത്തുകൂടിയാണ് രാത്രി സഞ്ചരിച്ചതെന്ന് ഉറച്ചു വിശ്വസിക്കുവാൻ പോന്ന എല്ലാ ലക്ഷണങ്ങളും പ്രകടമായിരുന്നു. ഇന്നലെ രാത്രി ഒരാൾ കൂടി ഈ ലോകം വിട്ടുപിരിഞ്ഞു. വാസുപിള്ള തന്റെ കൂടം കൊണ്ട് ഇളകിക്കിടന്നിരുന്ന ഒരാണി അടിച്ചുറപ്പിച്ചു. താൻ ആ സംഭവത്തിന് സാക്ഷിയാണെന്നുള്ള ബോധം ഉള്ളിലുണ്ടായിരുന്നെങ്കിലും രവി തൽക്കാലം അത് മറച്ചുവെച്ചു. എങ്കിലും ആ മൃതശരീരം ഒന്ന് കണ്ടുകളയാമെന്ന് തീരുമാനിച്ചു. അയാൾ അവിടെ കൂടി നിന്നവരുടെ അടുത്തെത്തി എത്തി വലിഞ്ഞു നോക്കി. കമിഴ്ന്നു കിടന്ന മൃതശരീരം രവി വ്യക്തമായി കണ്ടു. ഒരു ചെറുപ്പക്കാരനാണ്. ഒരു കൈലിയും വെളുത്ത ടെറി കോട്ടൺ ഷർട്ടുമാണ് വേഷം. തലേന്ന് അവയൊന്നും വ്യക്തമായി കണ്ടുകൂടായിരുന്നു. രക്തം കട്ടപിടിച്ച് അവിടെവിടെയായി പറ്റിപ്പിടിച്ചിട്ടുണ്ട്. കയ്യിൽ പുതിയ മാതൃകയിലുള്ള ഒരു വാച്ചും മോതിരവുമുണ്ട്. ആളാരാണെന്ന് മനസ്സിലാകുന്നില്ല. ഈ നാട്ടുകാരനല്ല, ഒരു രസികൻ മന്ത്രിച്ചു. ഏയ്, അങ്ങനെയാണെങ്കിൽ സർട്ടിഫിക്കറ്റ് ബുക്ക് അടുത്തു കാണണമല്ലോ, വേറൊരാൾ അഭിപ്രായപ്പെട്ടു. ഇത് രണ്ടുമല്ല, ആരെങ്കിലും തല്ലിക്കൊന്ന് ഇവിടെ കൊണ്ടുവന്നിട്ടതായിരിക്കും, കുറ്റാന്വേഷണ നോവലുകളിൽ താല്പര്യമുള്ള ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു. രവി ഒരു തവണ കൂടി മൃതശരീരത്തിൽ നോക്കിയ ശേഷം തലേന്ന് രാത്രി ഒരു കാൽ മാത്രം മണ്ണിനു മുകളിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കി. തനിക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല. ആരോട് ഇതിനെക്കുറിച്ച് പറയും? ഹമീദിനെ ഇതെങ്ങനെ ധരിപ്പിക്കും? എങ്കിലും ഒടുവിൽ രവി സുഹൃത്തിനെ കാണുവാൻ തന്നെ ഉറപ്പിച്ചു. ഹമീദ് ഉണർന്നിരുന്നില്ല. രവി 1-2 തവണ വാതിലിൽ തട്ടി. ഒരു പെൺകുട്ടി ഇറങ്ങി വന്നു. രവി കണ്ട ഉടനെ അവൾ അകത്ത് കയറി വാതിലിന്റെ മറവിൽ നിന്നു. ഇക്കാക്ക ഉറക്കമാണ്, വിളിക്കണോ? അവൾ ചോദിച്ചു. വേണം, രവി വിളിക്കുന്നു എന്ന് പറയൂ. അയാൾ വരാന്തയിൽ കിടന്ന കസേരയിലിരുന്നു. മിനിറ്റുകൾക്കകം ഹമീദ് വരാന്തയിലെത്തി. വരൂ, നമുക്ക് ചാവടിയിൽ പോയി ഇരിക്കാം. സഫിയ, 2 ചായ അങ്ങോട്ട് കൊണ്ടുവരൂ. അയാൾ സഹോദരിക്ക് നിർദ്ദേശം നൽകി. എന്താ ഇത്ര രാവിലെ വരാൻ കാര്യം? വല്ല സംഭവ വികാസങ്ങളും ഉണ്ടായോ? ഹമീദ് മുഖവുരയിട്ടു. ഉവ്, എല്ലാം ഞാൻ പറയാം. ആ ചായയൊന്ന് കുടിച്ചോട്ടെ. വരാന്തയിൽ ചായയുമായി സഫിയ നിൽപ്പുണ്ടായിരുന്നു. ഇങ്ങ് കയറിപ്പോരൂ, ഇതെന്റെ സുഹൃത്താ രവി. നാണിക്കുകയൊന്നും വേണ്ട, നിന്നെപ്പോലൊരു കുസൃതി കുടുക്ക ഇവനുമുണ്ട്. ഹമീദ് ചായ വാങ്ങി മേശപ്പുറത്തു വെച്ചു. രവി ചൂടുള്ള ചായ ഊതി കുടിച്ച ശേഷം മേശപ്പുറത്തിരുന്ന സിഗരറ്റ് കേസിൽ നിന്ന് ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെച്ച് തീപ്പട്ടി ഉരച്ചു. ഇനി നടന്നതെന്താണെന്ന് പറയൂ, ഹമീദ് അക്ഷമയോടെ തിരക്കി. രവി താൻ കണ്ടതും കേട്ടതുമായ സംഭവങ്ങൾ ചലച്ചിത്രകഥ വർണ്ണിക്കുന്നത് പോലെ വിവരിച്ചു. ഓഹോ, അങ്ങനെയാണോ? ഇപ്പോഴത്തെ നിലയ്ക്ക് അവിടെ കിടക്കുന്ന മൃതശരീരം എവിടെയെങ്കിലും മറവ് ചെയ്യുകയേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ വിവരം പോലീസിനെ അറിയിക്കണം. താനൊന്നും ഭയപ്പെടേണ്ട, നമുക്ക് രണ്ടും സാക്ഷികളായേക്കാം. ഹമീദ് പറഞ്ഞത് അത്യാവശ്യമായ ഒരു സംഗതിയാണെന്ന് രവിക്ക് തോന്നി. പലപ്പോഴും സമൂഹത്തിലുണ്ടാകുന്ന കുറ്റങ്ങൾ തെളിയാതെ പോകുന്നതിന്റെ ഉത്തരവാദി മനുഷ്യർ തന്നെയായിരിക്കും. ഹമീദ് തുടർന്നു. ഒരു കൊലപാതകം നടക്കുന്നതായി ഒരാൾ ദൃക്സാക്ഷിയാവുന്നുവെന്നിരിക്കട്ടെ.
അയാൾ ഒരിക്കലും ആ സംഭവം പോലീസിൽ അറിയിക്കുകയില്ല. അതുകൊണ്ട് എന്തെല്ലാം പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുമെന്ന് അയാൾ ഓർക്കാറില്ല. നിരപരാധികളായ പലരും പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങണം. ചിലപ്പോൾ യഥാർത്ഥ കുറ്റവാളിക്ക് പകരം നിരപരാധിയായ ഒരാളുടെ മേൽ തെളിവുണ്ടായെന്നിരിക്കും. കൊലപാതകി രക്ഷപ്പെടും. എന്നാലും ഇത് കണ്ടയാൾ ഒരിക്കലും രംഗത്തു വരാറില്ല. പൊതുജനങ്ങൾ സഹായിക്കുകയാണെങ്കിൽ പോലീസിന് ഇന്നുള്ളതിന്റെ പാതി ജോലിയേ ഉള്ളൂ. പലരുടെയും ഭയം ഈ വിവരം പറഞ്ഞാൽ പറയുന്ന ആളും പ്രതിയാകുമെന്നാണ്. രവി ഹമീദിന്റെ ആശയത്തോട് യോജിച്ചു. നീ ഇവിടെ ഇരുന്ന് ഈ മാസിക മറിച്ചു നോക്ക്. ഞാൻ കുളി കഴിഞ്ഞെത്താം. കാപ്പികുടി കഴിഞ്ഞ് ഇൻസ്പെക്ടറെ കാണാം. അദ്ദേഹം എന്റെ ഒരു പരിചയക്കാരനാണ്. ഹമീദ് ഇൻസ്പെക്ടർക്ക് ഫോൺ ചെയ്ത് വിവരം മുൻകൂട്ടി ധരിപ്പിച്ചു. പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് അവർ രണ്ടുപേരും ഇൻസ്പെക്ടറുടെ വസതിയിലെത്തി. കുശല പ്രശ്നങ്ങൾക്ക് ശേഷം അവർ വിഷയത്തിലേക്ക് കടന്നു. ഇപ്പോഴത്തെ ചുറ്റുപാടിൽ അത് റെയിൽവേ അധികൃതരുടെ ജോലിയാണ്. പരാതിയുണ്ടെങ്കിൽ നമുക്ക് അന്വേഷിക്കാമായിരുന്നു. നടന്ന സംഭവങ്ങൾ ശ്രദ്ധിച്ച ശേഷം ഇൻസ്പെക്ടർ പറഞ്ഞു. മരണമടഞ്ഞ യുവതിയുടെ മാതാപിതാക്കന്മാരെ സമീപിച്ച് അവരെ കൊണ്ട് ഒരു പരാതി സമർപ്പിക്കുകയാണെങ്കിൽ നമുക്കതിനെക്കുറിച്ച് അന്വേഷിക്കാം. ഹമീദ് അഭിപ്രായപ്പെട്ടു. അതും വളരെ സൂക്ഷ്മതയോടെ ചെയ്തില്ലെങ്കിൽ കുഴപ്പങ്ങൾ വരുത്തിവെക്കും. അതുകൊണ്ട് ഞാനൊരു നിർദ്ദേശം വയ്ക്കാം. രാത്രി നടന്നതെല്ലാം ഒരു താളിൽ എഴുതി കഴിയുന്നതും വേഗം അവരെ ഏൽപ്പിക്കുക. അവർ പരാതിപ്പെടട്ടെ. നമുക്ക് കുറ്റവാളികളെ കണ്ടുപിടിക്കാം. ഇൻസ്പെക്ടർ പറഞ്ഞതിനോട് ഇരുവരും യോജിച്ചു. പക്ഷെ ഒരു കാര്യം, മരിച്ച യുവതി ഞാൻ പറഞ്ഞതാണെങ്കിൽ അവർക്ക് മാതാപിതാക്കളില്ല. ആകെയുള്ളത് അവരുടെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവാണ്. അയാൾ ഇപ്പോൾ എറണാകുളത്താണ് താമസം. ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് അയാൾക്ക് ജോലി. ഈ പെൺകുട്ടി സിനിമയിൽ കടന്നത് അയാൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് അവരുടെ ജ്യേഷ്ഠത്തിയെ വിവരമറിയിക്കാം. രവി എണീറ്റുകൊണ്ട് പറഞ്ഞു. എന്തായാലും വേഗം വേണം. ഇൻസ്പെക്ടർ സ്റ്റേഷനിലേക്ക് യാത്രയാകുവാനുള്ള ഒരുക്കത്തിലേർപ്പെട്ടു. രവി ഒരു കാര്യം ചെയ്യ്, കത്ത് ഞാൻ വേഗം എഴുതാം. താൻ അടുത്ത ബസ്സിന് എറണാകുളത്ത് പോയി അവരുടെ വീട് കണ്ടുപിടിച്ച് എങ്ങനെയെങ്കിലും കൊടുക്കണം. ഹമീദ് പറഞ്ഞതിനോട് രവി യോജിച്ചില്ല. നാം ഉദ്ദേശിച്ച സ്ത്രീയാണെങ്കിൽ എല്ലാം കുഴപ്പത്തിലാകും. അതുകൊണ്ട് ഒരു യുക്തി എനിക്ക് തോന്നുന്നുണ്ട്. മരിച്ച സ്ത്രീ നടിയാണോ എന്നറിയാൻ ഒരു മാർഗമുണ്ട്. ഇന്ന് വൈകുന്നേരം അവർ അഭിനയിക്കുന്ന ഒരു നാടകം കോളേജ് ഓഡിറ്റോറിയത്തിലുണ്ട്. സിനിമാ അഭിനയം കൂടാതെ അവർ ഒരു നാടക സമിതിയിലും ചിലപ്പോൾ വേഷമിടാറുണ്ട്. അവിടെ ഒന്ന് വിളിച്ചു ചോദിക്കാം. രവി ബസ് സ്റ്റാൻഡിലെ പബ്ലിക് കോൾ റൂമിൽ കയറി റിസീവർ എടുത്തു. 3 മിനിറ്റിനകം അയാൾ ഇറങ്ങി വന്നു. എന്താണ് വിശേഷം? ഹമീദ് ആകാംക്ഷയോട് ചോദിച്ചു. ആളത് തന്നെ. ഇന്നലെ വൈകുന്നേരം തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടുവെന്ന് അവരെ അറിയിച്ചിരുന്നു. ഇതുവരെ എത്തിയിട്ടില്ല. നാടകത്തിന്റെ മാനേജരും ആകപ്പാടെ പരിഭ്രമിച്ചിരിക്കുകയാണ്. ഏതായാലും 10 മണിവരെ നോക്കിയ ശേഷം അയാളെ കൊണ്ട് ഒരു വാർത്ത നമുക്ക് സായാഹ്ന പത്രത്തിൽ കൊടുപ്പിക്കാം. താൻ ഫോൺ ചെയ്തതിൽ അയാൾക്ക് സംശയം തോന്നിയോ? ഹമീദ് തിരക്കി. ഇല്ല, ഞാൻ കോളേജിലെ ഒരു അധ്യാപകനായിട്ടാണ് അയാളെ വിളിച്ചത്. ചലച്ചിത്രതാരം നാടകത്തിലുണ്ടെന്ന് പറഞ്ഞാണ് താങ്കൾ ടിക്കറ്റ് വിൽക്കുന്നതെന്നും അവരെ തീർച്ചയായും പങ്കെടുപ്പിക്കണമെന്നും ഞാൻ അറിയിച്ചു. അപ്പോഴാണ് അയാൾ വിവരം നൽകിയത്. ഉച്ചവരെ കണ്ടിട്ടില്ലെങ്കിൽ അയാൾ തന്നെ പരാതിപ്പെട്ടുകൊള്ളും. രവിയുടെ ബുദ്ധിശക്തിയിൽ ഹമീദിന് മതിപ്പ് തോന്നി. ഉച്ച കഴിഞ്ഞപ്പോൾ അന്നത്തെ ഒരു സായാഹ്ന പത്രത്തിൽ വാർത്ത വന്നു. രവിയും ഹമീദും പത്രം ആകാംക്ഷയോടെ വാങ്ങി പരിശോധിച്ചു. കാണുവാനില്ല. ജൂൺ 21. അടുത്ത കാലത്ത് നാടകരംഗത്തും അതുപോലെ സിനിമാ രംഗത്തും ശോഭിച്ചുകൊണ്ടിരിക്കുന്ന കുസുമം എന്ന നടിയെ ഇന്നലെ വൈകുന്നേരം 5 മണി മുതൽ കാണാതായിരിക്കുന്നു. ഇന്ന് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടത്തേണ്ട സതി എന്ന നാടകത്തിൽ അവർ അഭിനയിക്കേണ്ടതാണ്. അവരെ കാണാതായതിന്റെ പിന്നിൽ പല സംശയങ്ങളും നാട്ടുകാരുടെ ഇടയിൽ പരന്നിട്ടുണ്ട്. നമുക്ക് ഈ വാർത്തയുമായി നാടക മാനേജറുടെ അടുത്ത് ചെല്ലാം. അയാൾ എന്റെ ഒരു പരിചയക്കാരൻ കൂടിയാണ്. രവി പത്രവുമായി നാടക കമ്പനിയിലെത്തി. ഹലോ മിസ്റ്റർ രവീന്ദ്രൻ, കണ്ടിട്ട് വളരെ നാളായല്ലോ. ഇന്നത്തെ പത്രം താങ്കൾ കണ്ടോ? ഞങ്ങളുടെ നടിയെ കാണാതായി പോലും മാനേജർ തോമസ് മുഖവരിയില്ലാതെ പറഞ്ഞു. ഞങ്ങളും അതിനെക്കുറിച്ച് സംസാരിക്കുവാനാണ് വന്നത്. ഈ വിവരം താങ്കൾ പോലീസിൽ അറിയിക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ താങ്കളും ചിലപ്പോൾ പ്രതിക്കൂട്ടിൽ കയറിയെന്ന് വരും. ഇന്നലെ രാത്രി ലെവൽ ക്രോസിൽ ഒരു സ്ത്രീയുടെ മൃതശരീരം കിടന്നതായി നാട്ടിൽ സംസാരമുണ്ട്. രവി വളച്ചൊടിച്ച് വിഷയത്തിലേക്ക് കടന്നു. ശരി, ഞാൻ തന്നെ പരാതിപ്പെടാം. പക്ഷെ നാടകം ഇന്ന് നടക്കണമെങ്കിൽ വേറെ ഒരു നടിയെ ലഭിച്ചില്ലെങ്കിൽ കുഴപ്പമാകും. ഞാൻ അതിനുവേണ്ടി ഒരാളെ ആലപ്പുഴയ്ക്ക് അയച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സിനിമയിൽ തല കാണിച്ചിട്ടുള്ള നടിയല്ലെങ്കിൽ കാഴ്ചക്കാർ സമ്മതിക്കുകയില്ല. ബുക്ക് ചെയ്തിരിക്കുന്നവരും കുസുമത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ടിക്കറ്റ് വിറ്റിരിക്കുന്നത്. ആരെ വിളിക്കാനാണ് പോയിരിക്കുന്നത്? ഹമീദ് ചോദിച്ചു. ആനന്ദം എന്നൊരു നടിയുണ്ട്. ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയിലെ ഉപനായികയാണ്. തൽക്കാലം ആളുകൾ അതുകൊണ്ട് തൃപ്തിപ്പെട്ടുകൊള്ളും. മാനേജർ പറഞ്ഞു നിർത്തിയ ഉടനെ ഫോൺ ബെല്ലടിച്ചു. ആനന്ദത്തെ കിട്ടിയിട്ടുണ്ട്. ഏതായാലും രക്ഷയായി. ഇനി നമുക്ക് സ്റ്റേഷൻ വരെ പോകാം. തോമസ് എണ്ണീറ്റ് വസ്ത്രങ്ങൾ മാറി. അദ്ദേഹത്തിന്റെ കാറിൽ തന്നെ അവർ പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ചു. സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഇൻസ്പെക്ടറും ഡിവൈഎസ്പിയും ഉണ്ടായിരുന്നു. അവരുടെ നോട്ടത്തിൽ നിന്ന് കഴിഞ്ഞ സംഭവങ്ങൾ അവർ ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് രവിക്ക് തോന്നി. സുമുഖനും നിരീക്ഷണ ശക്തിയുള്ള കണ്ണുകളുടെ ഉടമസ്ഥനുമായ ഡിവൈഎസ്പി ഫ്രാൻസിസ്
രവിയുടെ സുഹൃത്തായിരുന്നു. കോളേജിൽ പഠിക്കുന്ന കാലത്തും അദ്ദേഹത്തിന് കുറ്റാന്വേഷണ കലയോട് വളരെ കമ്പമായിരുന്നു. വിദ്യാഭ്യാസം കഴിഞ്ഞ് അദ്ദേഹം പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ചേർന്നു. വളരെ പെട്ടെന്നാണ് അദ്ദേഹത്തിന് ഉദ്യോഗ കയറ്റം ലഭിച്ചത്. ഒറ്റ നോട്ടത്തിന് ഏത് കുറ്റവാളിയുടെ ഉള്ളിന്റെ ഉള്ളിൽ നടുക്കം സൃഷ്ടിച്ച് അവനിൽ നിന്നും സർവ്വരഹസ്യങ്ങളും ചോർത്തിയെടുക്കുവാൻ അദ്ദേഹത്തിന് കഴിവുണ്ടായിരുന്നു. തെളിയപ്പെടാതെ കിടന്നിട്ടുള്ള പല കേസുകളും അദ്ദേഹം അതിന്റെ കടപുഴക്കി മുകളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കള്ളക്കടത്തുകാർക്കും കള്ളനോട്ടടിക്കാർക്കും ഡിവൈഎസ്പി ഫ്രാൻസിസ് ഒരു പേടി സ്വപ്നമാണ്. അദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്താണ് ഡിറ്റക്റ്റീവ് പുഷ്പരാജ്. അടുത്ത കാലത്ത് നടന്നിട്ടുള്ള പ്രമാദമായ പല കേസുകളും ഡിറ്റക്റ്റീവ് പുഷ്പരാജ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് മിസ്റ്റർ രവി? വിവരങ്ങൾ ഞാൻ മനസ്സിലാക്കി. ഇരിക്കൂ. ഇതാരാണ് കൂടെയുള്ളത്? ഫ്രാൻസിസ് കുശല പ്രശ്നം ആരംഭിച്ചു. ഇത് മിസ്റ്റർ ഹമീദ്, മിലിറ്ററിയിലാണ്, അവധിക്ക് വന്നതാണ്. രവി പരിചയപ്പെടുത്തി. ഇന്ന് നാടകമുണ്ടല്ലേ? അദ്ദേഹം തോമസിന്റെ നേർക്ക് തിരിഞ്ഞു. ഉണ്ട്. തോമസ് മറുപടി നൽകി. താങ്കൾ തന്നെ ഒരു പെറ്റീഷൻ എഴുതി കൊടുക്കൂ, നമുക്ക് അന്വേഷിക്കാം. ഫ്രാൻസിസ് അതിനു പറ്റിയ വാചകങ്ങൾ പറഞ്ഞുകൊടുത്തു. തോമസ് പരാതി സമർപ്പിച്ചു. ഇനി നിങ്ങൾ പോയിക്കൊള്ളൂ. ആവശ്യമുള്ളപ്പോൾ രവിയും ഹമീദും വരണം, ഞാൻ അറിയിക്കാം. ഡിവൈഎസ്പി ഫ്രാൻസിസ് അവരെ അയച്ചു. മിസ്റ്റർ ഹുസൈൻ? ഫ്രാൻസിസ് പരാതിയിൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഇൻസ്പെക്ടറുടെ ശ്രദ്ധ തിരിച്ചു. എന്താണ് സർ? ഞാൻ പുഷ്പരാജിനെ വിവരം അറിയിക്കാം. അദ്ദേഹം കൂടി ഇതിൽ സംബന്ധിക്കട്ടെ. അവിടെ മരിച്ചു കിടന്ന ചെറുപ്പക്കാരന്റെ പ്രേതം എന്തു ചെയ്തു? അത് മറവ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കൂടി ചെന്നിട്ട് മാത്രമേ അവർ സംസ്കരിക്കുകയുള്ളൂ. പാളത്തിൽ നിന്ന് ശവം മാറ്റിയിടും. അത് വിട്ടുകിട്ടുന്നതിന് നമുക്ക് ശ്രമിക്കണം. ശരി, ഞാൻ അതേക്കുറിച്ച് മുകളിലേക്ക് സംസാരിക്കാം. ഫ്രാൻസിസ് ഡിറ്റക്റ്റീവ് പുഷ്പരാജിന് ഫോൺ ചെയ്തു. കൂടാതെ മേലധികാരികളുമായി അദ്ദേഹം ബന്ധം പുലർത്തി. 2 മണി കഴിഞ്ഞപ്പോൾ പോലീസ് നായയും അതിന്റെ കൂടെ 2 ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. ഡിറ്റക്റ്റീവ് പുഷ്പരാജ് വന്നുകൊള്ളാമെന്ന് സമ്മതിച്ചെങ്കിലും അദ്ദേഹം എന്തോ കാരണവശാൽ വന്നു ചേർന്നില്ല. പുറത്താർക്കും ഈ വിവരം അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ലെവൽ ക്രോസിൽ ആൾക്കൂട്ടമില്ലായിരുന്നു. മരണമടഞ്ഞ ചെറുപ്പക്കാരന്റെ മൃതശരീരം പാളങ്ങളുടെ കിഴക്കുവശം കമഴ്ത്തിയിട്ടിരുന്നു. ഒരു ടാക്സി കാറിലാണ് അവർ സംഭവ സ്ഥലത്തെത്തിയത്. ആരും യൂണിഫോം ധരിച്ചിരുന്നില്ല. മിസ്റ്റർ ഫ്രാൻസിസ് ജീപ്പിൽ നിന്നിറങ്ങിയപ്പോൾ റെയിൽവേ പോലീസ് കോൺസ്റ്റബിൾ സല്യൂട്ട് ചെയ്തു. നിങ്ങളുടെ ജോലിയൊക്കെ കഴിഞ്ഞോ? അദ്ദേഹം തിരക്കി. കഴിഞ്ഞു സർ. അതിനിടയ്ക്ക് കറുത്ത നിറമുള്ള പോലീസ് നായ പുറത്തിറങ്ങിയപ്പോൾ അവിടെ കൂടി നിന്നവരുടെ ആകാംക്ഷ നിറഞ്ഞ കണ്ണുകൾ അതിന്റെ നേർക്ക് തിരിഞ്ഞു. ഇവിടെ നിൽക്കുന്നവർ ആരും ഇപ്പോൾ പോകരുത്, ഫ്രാൻസിസ് പറഞ്ഞു. കാരണവും കൂടി പറയാം. നിങ്ങൾ ആരെങ്കിലും ഇവിടെ നിന്ന് പോയാൽ പകരം 10 പേർ ഇവിടെ കാണികളായി തടിച്ചുകൂടും. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോട് അവിടെ കൂടി നിന്നവർ യോജിച്ചു. പോലീസ് നായ പുറത്തു വന്നു. രവി കാണിച്ചു കൊടുത്ത സ്ഥലത്ത് ചെന്ന് മണപ്പിച്ചു നോക്കി. കറുത്ത നിറത്തിൽ അപ്പോഴും സ്ലിപ്പേഴ്സിൽ രക്തം കട്ടപിടിച്ചു കിടന്നിരുന്നു. അവിടെയും നായ മണം പിടിച്ചു. പാളത്തിൽ കൂടി വടക്കോട്ട് കുറെ ദൂരം നടന്നു. അതിനുശേഷം അത് പാളത്തിന് ഇടതുവശത്തായി പച്ചപ്പുല്ലുകൾ വെട്ടിവെച്ചിട്ടുള്ള ഒരു സ്ഥലത്ത് ചെന്ന് മുൻകാലുകൾ കൊണ്ട് മാന്തുവാൻ തുടങ്ങി. ഈ അവസരത്തിൽ തലയിൽ ഒരു കെട്ടുമായി ഒരു ചെറുപ്പക്കാരൻ അവിടെ എത്തി. ഡിവൈഎസ്പി ഫ്രാൻസിസുമായി എന്തോ സംസാരിച്ചു. അതിനുശേഷം ഒരു സിഗരറ്റും വലിച്ച് വാച്ചറുടെ അടുത്തേക്ക് പോയി. പുല്ലുകൾ നീക്കി ആ സ്ഥലം മാന്തി. 2 അടി ആഴത്തിലെത്തിയപ്പോൾ ഒരു മനുഷ്യ ശരീരത്തിന്റെ അവശിഷ്ടം അവർ കണ്ടു. നഗ്നമായ ഒരു കാൽ താഴേക്ക് മടങ്ങിയിരിക്കുന്നു. വളരെ ശ്രദ്ധാപൂർവം മണ്ണ് നീക്കി അവർ യുവതിയുടെ മൃതശരീരം പുറത്തെടുത്തു. ചീർത്തു തുടങ്ങിയ ആ പ്രേതം കുസുമത്തിന്റേതാണെന്ന് തീർച്ചയായി. ഇൻക്വസ്റ്റ് തയ്യാറാക്കി പ്രേതങ്ങൾ 2ഉം പോസ്റ്റ്മോർട്ടത്തിനയച്ചു. അന്ന് വൈകുന്നേരം ഡിവൈഎസ്പിയും ഡിറ്റക്റ്റീവ് പുഷ്പരാജും സന്ധിച്ചു. വാച്ചറിൽ നിന്നും എന്തെങ്കിലും അറിയുവാൻ കഴിഞ്ഞോ? മിസ്റ്റർ ഫ്രാൻസിസ് പുഷ്പരാജിനോട് ചോദിച്ചു. അയാളിൽ നിന്ന് ഒരു വിവരം മാത്രം ലഭിച്ചു. പുഷ്പരാജ് ഒരു സിഗരറ്റിന് തീ കൊടുത്തുകൊണ്ട് പറഞ്ഞു. എന്ത്? ഫ്രാൻസിസ് ടേബിൾ ഫാൻ ഓൺ ചെയ്തു. പുറത്ത് ഇരുൾ പരന്നിരുന്നു. തെരുവ് വിളക്കുകൾ മങ്ങി പ്രകാശിച്ചിരുന്നു. ഒരു മഴയ്ക്കുള്ള ഒരുക്കങ്ങൾ കിഴക്ക് കണ്ടു തുടങ്ങി. പാമ്പുകളെ പോലെ മിന്നൽ കറുത്ത ആകാശത്ത് ഇഴഞ്ഞു. പെട്ടെന്ന് വിളക്കുകൾ അണഞ്ഞു. ഡിറ്റക്റ്റീവ് പുഷ്പരാജ് പോക്കറ്റിൽ നിന്നും ഒരു തടിച്ച മെഴുകുതിരി കഷ്ണം പുറത്തെടുത്തു. സിഗാർ ലൈറ്റർ തെളിയിച്ച് മേശപ്പുറത്ത് ഉറപ്പിച്ചു വെച്ചു. ഇരുവശത്തേക്കും ഇളകിയാടി ഇരുട്ടിനെ നക്കി നുണഞ്ഞുകൊണ്ട് മെഴുകുതിരിയുടെ നാളം ഒന്ന് താണ ശേഷം ഉയർന്നു കത്തി. ചിത്രങ്ങളൊന്നുമില്ലാത്ത ചുവരിൽ അവരുടെ നിഴൽ ചലിച്ചു. തീവണ്ടി എപ്പോൾ വരുമെന്ന് ഒരാൾ അയാളോട് അന്വേഷിച്ചെന്ന് പറഞ്ഞു. ആരാണെന്ന് അയാൾക്ക് നിശ്ചയമില്ല. ഒരു മോട്ടോർ സൈക്കിളിലാണ് വന്നത്. പുഷ്പരാജ് കിഴക്ക് നിന്നും അടുത്തുകൊണ്ടിരുന്ന മഴയുടെ ഹുങ്കാരത്തെ ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു. ഇന്നത് കുഴിച്ചെടുത്തില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ നാളെ നമുക്ക് ആ മൃതശരീരം ലഭിക്കുകയില്ലായിരുന്നു. ഫ്രാൻസിസ് അഭിപ്രായപ്പെട്ടു. ശരിയാണ്. പത്രത്തിലെ വാർത്തയും മറ്റും കണ്ടാൽ അത് ചെയ്തവർ അത് മാന്തിയെടുത്ത് വേറെ വല്ല സ്ഥലത്തും കൊണ്ടുപോയി മറച്ചുകളയുമായിരുന്നു. മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ പോലീസ് നായയും ബുദ്ധിമുട്ടിയേനെ. പുഷ്പരാജ് സിഗരറ്റിന്റെ ചാരം ആഷ്ട്രയിലേക്ക് തട്ടിക്കൊണ്ടു പറഞ്ഞു. മോട്ടോർ സൈക്കിളിൽ ആള് വന്നതും ഈ സംഭവവുമായി ബന്ധമുണ്ട്. ഫ്രാൻസിസ് എണീറ്റ് ജനൽ ചാരിയിട്ടു. മഴത്തുള്ളികൾ ചില്ലുപാളിയിൽ ആഞ്ഞടിച്ച് ഒന്നു ചേർന്ന് താഴേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു. അതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്. കൊലപാതകം അവിടെ വെച്ചല്ല നടന്നിട്ടുള്ളത്.
പുഷ്പരാജ് നിരീക്ഷണ ബുദ്ധിയോടെ പറഞ്ഞു. അതെ, കൊല ചെയ്ത ശേഷം അവിടെ കൊണ്ടുവന്നിട്ടതാവണം. മാത്രമല്ല, ആ യുവതിയുടെ മൃതശരീരം കൊണ്ടുവന്നിട്ടവനെയാണ് രണ്ടാമത് കൊന്നത്. അത് ചിലപ്പോൾ സാമ്പത്തിക പ്രശ്നമായിരിക്കാം. യുവതിയുടെ മൃതശരീരം സിനിമ കഴിഞ്ഞു വന്ന രണ്ടുപേർ കണ്ടില്ലേ? അത് കൊലപാതകികൾ കണ്ടു കാണും. അതുകൊണ്ട് ഉള്ളിൽ കുറ്റബോധമുള്ളതിനാൽ അവർ അതെടുത്ത് മറവു ചെയ്തു. യുവാവിന്റെ ശരീരം അവിടെ ഇട്ടതുകൊണ്ട് അന്വേഷണം തിരിഞ്ഞു പോകുമെന്നും അവർ ധരിച്ചു കാണും. പുഷ്പരാജ് തന്റെ ഡയറി എടുത്തു. അതിൽ നിന്നും കുസുമത്തിന്റെ ഒരു ചിത്രം പുറത്തെടുത്തു. ഒരു മാസികയിൽ നിന്നും അദ്ദേഹം അന്ന് വെട്ടിയെടുത്തതായിരുന്നു അത്. മിസ്റ്റർ ഫ്രാൻസിസ് അത് വാങ്ങി നോക്കി. ഇതൊരു കുഴഞ്ഞുമറിഞ്ഞ കേസാണ്. ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണെന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞെങ്കിലേ തീർച്ചയാക്കുവാൻ കഴിയുകയുള്ളൂ. ഫ്രാൻസിസ് ആ ചിത്രത്തിൽ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. റിപ്പോർട്ട് നാളെ തന്നെ എത്തിക്കുവാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പുഷ്പരാജ് ചിത്രം ഫ്രാൻസിസിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഒരു തവണ കൂടി അതിൽ കണ്ണോടിച്ചു. ഈ സ്ത്രീയെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ താങ്കൾക്കറിയാമോ? ഫ്രാൻസിസ് ചോദിച്ചു. ഇന്നലെ ഉച്ച കഴിഞ്ഞ് അവർ തിരുവനന്തപുരത്ത് നിന്നും കാറിലാണ് യാത്ര തിരിച്ചെന്ന് മനസ്സിലായി. പക്ഷെ കാറ് കൊട്ടാരക്കര കടന്നതായി യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. അതിന്റെ നമ്പർ കിട്ടിയോ? കിട്ടി. അവർ അവിടെ നിന്നും കയറിയപ്പോൾ യാദൃച്ഛികമായി ഒരു ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ അത് ശ്രദ്ധിച്ചിരുന്നു. അതൊരു വെളുത്ത ഫിയറ്റ് കാറായിരുന്നു. അതിൽ വേറൊരു സ്ത്രീ കൂടി ഉണ്ടായിരുന്നതായി എനിക്ക് അയാൾ ഫോൺ ചെയ്തിരുന്നു. ആ സ്ത്രീ ആരാണെന്ന് കണ്ടുപിടിക്കണം. ആ നിലയ്ക്ക് ഒരു കയ്യേറ്റ ശ്രമം ഇതിന്റെ പിന്നിലില്ലെന്നാണ് തോന്നുന്നത്. കൂടുതൽ അന്വേഷണത്തിന് ഞാൻ ആളെ നിയോഗിച്ചിട്ടുണ്ട്. ഒരാഴ്ചയ്ക്കകം ഏതെങ്കിലും ആശാവഹമായ ഒരു കണ്ണിയിൽ നമുക്ക് പിടുത്തം കിട്ടിയേക്കും. മരണമടഞ്ഞ ചെറുപ്പക്കാരനെ കുറിച്ച് എന്തെങ്കിലും തെളിവ് ലഭിച്ചോ? ഇല്ല. അയാളുടെ ഫോട്ടോ നാളെ പത്രത്തിൽ വരും. ബന്ധുക്കൾ ആരെങ്കിലും വരാതിരിക്കില്ല. അതിൽ നിന്ന് അയാൾ ആരാണെന്നും തൊഴിൽ എന്താണെന്നും ആരൊക്കെയായി അയാൾക്ക് ബന്ധമുണ്ടെന്നും സൂചന കിട്ടിയേക്കും. ആ വഴിക്കും നമുക്ക് അന്വേഷണം തുടങ്ങാം. മഴയ്ക്ക് ശക്തി കൂടി വന്നു. അടുത്തെങ്ങും അവസാനിക്കുന്ന ലക്ഷണം കണ്ടില്ല. ഡിവൈഎസ്പിക്ക് തന്റെ വസതിയിൽ പോകേണ്ടതുണ്ടായിരുന്നു. പിറ്റേന്ന് അദ്ദേഹത്തിന് ഒരു കോൺഫറൻസിൽ പങ്കെടുക്കേണ്ടതുണ്ടായിരുന്നു. താങ്കളുടെ അടുത്ത പരിപാടി? അദ്ദേഹം പുഷ്പരാജിനോട് ചോദിച്ചു. എന്നെ ഹോട്ടലിലാക്കിയാൽ മതി. പുഷ്പരാജിന്റെ ആവശ്യമനുസരിച്ച് ഫ്രാൻസിസ് അദ്ദേഹത്തെ ഹോട്ടലിലാക്കി. പ്രധാനമായ എന്തെങ്കിലും വിവരം ലഭിച്ചാൽ അറിയിക്കാമെന്നുള്ള വാഗ്ദാനത്തോടെ ഡിവൈഎസ്പി യാത്രയായി. ഡിറ്റക്റ്റീവ് പുഷ്പരാജ് രാത്രി വസ്ത്രങ്ങൾ ധരിച്ച് തന്റെ മുറിയിലിരുന്ന് അന്ന് നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഒരു കരട് രൂപം ഡയറിയിൽ രേഖപ്പെടുത്തി. അതിനുശേഷം ഒരു കടലാസിൽ മെഴുകുതിരി വെളിച്ചത്തിൽ വെച്ച് അതിൽ പെൻസിൽ കൊണ്ട് റെയിൽ പാളങ്ങളും അവയെ മുറിച്ചു കടക്കുന്ന ലെവൽ ക്രോസും വരച്ചു. അവിടെ നിന്നും പല ഭാഗത്തേക്ക് പെൻസിലിന്റെ അഗ്രം ഓടിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് വാതിലിൽ തട്ടുന്ന ശബ്ദം കേട്ടു. പുഷ്പരാജ് പെൻസിൽ മേശപ്പുറത്തു വെച്ച് വാതിൽ തുറന്നു. ഹോട്ടലിന്റെ ഇടനാഴിയിൽ കത്തി നിന്ന ലാമ്പിന്റെ വെളിച്ചത്തിൽ തന്റെ മുന്നിൽ നിന്ന രൂപത്തെ അദ്ദേഹം കണ്ടു. എന്തു വേണം? നിങ്ങൾ ആരാണ്? പുഷ്പരാജ് ആ രൂപത്തിന്റെ കൈകളിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് ചോദിച്ചു. ക്ഷമിക്കണം, എനിക്ക് തെറ്റിപ്പോയി. അവർ പിന്തിരിയുവാൻ ഭാവിച്ചു. അസമയത്ത് തന്റെ മുറിയുടെ വാതിലിൽ തട്ടിയ ആ യുവതിയിൽ പുഷ്പരാജിന് സംശയം ജനിച്ചു. രാത്രികാലങ്ങളിൽ അസന്മാർഗിക നടപടികളിൽ കൂടി ജീവിതം നയിക്കുന്ന ചില സ്ത്രീകൾ ഇതുപോലെയുണ്ട്. അടുത്തുള്ള മുറികളുടെ വാതിലുകളിൽ തട്ടുകയും അവരുടെ ലക്ഷ്യം സാധിക്കുന്ന ആളുകളാണ് വാതിൽ തുറക്കുന്നതെങ്കിൽ അവരുമായി അടുത്തുകൂടുകയും ചെയ്യാറുണ്ടെന്ന് അദ്ദേഹം കേട്ടിട്ടുണ്ട്. എന്നാൽ ഒരു മാതൃകാ പോലീസ് ഉദ്യോഗസ്ഥനെന്ന നിലയിൽ പോലീസ് എന്ന വാക്കിലെ ഓരോ അക്ഷരങ്ങളിലും അന്തർഭവിച്ചിരിക്കുന്ന അർത്ഥങ്ങളിൽ കൂടി അദ്ദേഹം ജീവിക്കുകയും ചെയ്തിട്ടുണ്ട്. മേലിൽ അത് തുടരുവാനും അദ്ദേഹം ശപഥം ചെയ്തിട്ടുണ്ട്. എന്നാൽ അപൂർവം അവസരങ്ങളിൽ ഇതുപോലെയുള്ള സ്ത്രീകൾ തന്റെ കേസന്വേഷണത്തിൽ കരുക്കളായി തീർന്നിട്ടുമുണ്ട്. നിൽക്കൂ, പുഷ്പരാജ് ആജ്ഞാസ്വരത്തിൽ പറഞ്ഞു. ആ യുവതി തിരിഞ്ഞു നിന്നു. ഇവിടെ വരൂ, അദ്ദേഹം അവളെ വിളിച്ചു. അവൾ ഒരു നിമിഷം അറച്ച ശേഷം വാതിൽക്കൽ വന്നു. നിങ്ങൾ ആരെ തേടിയാണ് ഈ ഹോട്ടലിൽ വന്നത്? പുഷ്പരാജ് ചോദിച്ചു. ഞാനൊരു ഡോക്ടറെ അന്വേഷിച്ചു വന്നതാണ്. അവൾ പെട്ടെന്ന് മറുപടി നൽകി. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഡോക്ടർ ഞാൻ തന്നെയാണോ? അദ്ദേഹം ഒരു തുറുപ്പുചീട്ട് കളത്തിലിട്ടു. ഞാൻ ഡോക്ടർ മോഹൻദാസിനെ അന്വേഷിച്ചിറങ്ങിയതാണ്. അവളുടെ സംസാരത്തിൽ അവൾക്ക് ഡോക്ടറെ പരിചയമില്ലെന്ന് പുഷ്പരാജിന് തോന്നി. കയറി വരൂ, ഞാൻ തന്നെയാണ് നിങ്ങൾ അന്വേഷിച്ച ഡോക്ടർ. അദ്ദേഹം കൃത്രിമ മന്ദഹാസത്തോടെ അവരെ ക്ഷണിച്ചു. തലേ ദിവസം നടന്ന കൊലപാതകങ്ങൾക്കിടയായ മൃതശരീരം പോസ്റ്റ്മോർട്ടം നടത്തുന്നതിൽ നേതൃത്വം വഹിച്ചത് ഡോക്ടർ മോഹൻദാസ് ആയിരുന്നു. അദ്ദേഹം എന്തുകൊണ്ടാണ് ഹോട്ടലിൽ താമസമാക്കുന്നതെന്ന് പുഷ്പരാജിന് മനസ്സിലായില്ല. 10 മിനിറ്റ് മുമ്പ് ഡോക്ടറുടെ വസതിയിലേക്ക് ഡയൽ ചെയ്തിട്ട് അദ്ദേഹം അവിടെ ഇല്ലെന്നാണ് മറുപടി ലഭിച്ചത്. ഡോക്ടറുടെ ഭാര്യ പ്രസവത്തിന് നാട്ടിൽ പോയിരിക്കുകയായിരുന്നു. വീട്ടിലൊരു വേലക്കാരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭാര്യ പോയ ദിവസം മുതൽ അദ്ദേഹം ചിലപ്പോഴൊക്കെ കൂട്ടുകാരുമായി ഹോട്ടലുകളിൽ തങ്ങാറുണ്ട്. പലപ്പോഴും മദ്യപിക്കുന്ന ശീലമുള്ളതുകൊണ്ട് രാത്രി 10 കഴിഞ്ഞാൽ തനിയെ ഡ്രൈവ് ചെയ്ത് പോകാറില്ല. ആഴ്ചയിൽ 2 ദിവസം മാത്രമേ അദ്ദേഹത്തിന് ഡ്യൂട്ടി ഉണ്ടായിരുന്നുള്ളൂ. താൻ കഴിഞ്ഞുകൂടുന്ന ഹോട്ടലിൽ അദ്ദേഹം ഉണ്ടെന്ന് പുഷ്പരാജ് അറിഞ്ഞിരുന്നില്ല. അവൾ കയറി വന്നു. അവളുടെ പെരുമാറ്റത്തിൽ നിന്ന് ഡോക്ടർ മോഹൻദാസിനെ അവൾക്ക് നേരിട്ട് പരിചയമില്ലെന്ന് വ്യക്തമായി. അതോ അവൾ അഭിനയിക്കുകയായിരിക്കുമോ എന്നുകൂടി അദ്ദേഹം സംശയിച്ചു.
ഞാനിന്ന് ഈ ഹോട്ടലിൽ താമസിക്കുന്നുവെന്ന് ആരാണ് പറഞ്ഞത്? തന്റെ സംശയം മുഴുവൻ തീർത്തിട്ട് വേണം അവളോട് ഇടപഴകാൻ എന്ന് അദ്ദേഹം ഉറച്ചു. ഞാൻ താങ്കളുടെ വസതിയിൽ പോയിരുന്നു. വേലക്കാരൻ പറഞ്ഞു താങ്കൾ വീട്ടിൽ വരാത്ത ദിവസങ്ങളിൽ ഈ ഹോട്ടലിലാണ് തങ്ങാറുള്ളതെന്ന്. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു. കൗണ്ടറിൽ അഡ്രസ്സ് നോക്കിയിരുന്നെങ്കിൽ സംശയിക്കേണ്ടി വരില്ലായിരുന്നു. പുഷ്പരാജ് അവളോട് ഇരിക്കാൻ പറഞ്ഞു. ചലനമറ്റ് കിടന്നിരുന്ന ടേബിൾ ഫാനിന്റെ അടുത്ത് കിടന്ന കസേരയിൽ അവൾ ഇരുന്നു. മെഴുകുതിരി വെളിച്ചത്തിൽ പുഷ്പരാജ് അവളെ ഒരു സൂക്ഷ്മ അവലോകനം നടത്തി. 22 വയസ്സിലധികം അവൾക്ക് പ്രായം തോന്നിക്കുകയില്ലായിരുന്നു. വെള്ളി പോലെ തിളങ്ങുന്ന പൂക്കൾ തുന്നിപ്പിടിപ്പിച്ച് ഇരുണ്ട നീല നിറത്തിലുള്ള ഒരു സാരിയാണ് ധരിച്ചിരുന്നത്. അതിന് ചേർന്ന ബ്ലൗസും. അവളുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ അത് ധാരാളം മതിയായിരുന്നു. കഴുത്തിൽ കറുത്ത പവിഴം കൊണ്ടൊരു മാലയും വസ്ത്രങ്ങൾക്ക് യോജിച്ച ഒരു വാനിറ്റി ബാഗും ഉണ്ടായിരുന്നു. ഞാൻ കൗണ്ടറിൽ അന്വേഷിച്ചു. ഇതേ നമ്പർ തന്നെയാണ് പറഞ്ഞു തന്നത്. കൗണ്ടറിൽ നിൽക്കുന്ന ചെറുപ്പക്കാരന്റെ അടുത്ത് അപരിചിതരെന്ന് സംശയിക്കപ്പെടുന്നവർ ഹോട്ടലിൽ താമസിക്കുന്ന ആരെയെങ്കിലും അന്വേഷിച്ചു വന്നാൽ തന്റെ മുറിയുടെ നമ്പർ പറഞ്ഞു കൊടുക്കണമെന്ന് പുഷ്പരാജ് ചട്ടം കെട്ടിയിരുന്നു. നന്നായി, എന്താണ് പേര്? പുഷ്പരാജ് അവൾക്ക് അഭിമുഖമായി കസേരയിലിരുന്നു. പെട്ടെന്ന് ലൈറ്റുകളെല്ലാം തെളിഞ്ഞു. അതുവരെ നിശ്ചലമായിരുന്ന ഫാൻ ഉണർന്നു. നിറഞ്ഞ പ്രകാശത്തിൽ പുഷ്പരാജ് അവളെ കണ്ടു. നീലാകാശവും നക്ഷത്രങ്ങളും ചന്ദ്രനും എല്ലാം അവളിൽ പിറവിയെടുത്തിരുന്നു. കത്തിനിന്ന ടേബിൾ ലാമ്പിന്റെ പ്രകാശം ഫാനിന്റെ വലയ്ക്കുള്ളിൽ കടന്ന് അവളുടെ വലതു കവിളിൽ പതിച്ചപ്പോൾ പ്രഗത്ഭനായ ഒരു സംവിധായകന്റെ കീഴിൽ രൂപമെടുത്ത ഒരു ചലച്ചിത്രത്തിലെ രംഗം പോലെ അവൾ പുഷ്പരാജിന്റെ മുന്നിലിരുന്നു. നെറ്റിയിൽ ഉതിർന്നു വീണ അളകങ്ങൾ ഒന്നിനു മുകളിൽ മത്സരിച്ചുകൊണ്ടിരുന്നു. എന്റെ പേര് അമ്പിളി. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരികയാണ്. അവൾ പാറിക്കളിച്ചുകൊണ്ടിരുന്ന തലമുടി പിന്നിലേക്ക് വലിച്ചിടുവാൻ ശ്രമിച്ചു. ഈ അസമയത്ത് എന്നെ കാണുവാൻ തിടുക്കപ്പെട്ടത് എന്തിനാണ്? പുഷ്പരാജ് ടീപ്പോയുടെ മുകളിൽ നിന്ന് സിഗരറ്റ് പാക്കറ്റ് എടുത്തു തുറന്ന് അതിൽ നിന്നൊരു ഫിൽട്ടർ സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെച്ചു. അടുത്തുള്ള മോട്ടോർ വർക്ക്ഷോപ്പിൽ നൈറ്റ് ഷിഫ്റ്റുകാർ ജോലി ചെയ്യുന്നതിന്റെ ശബ്ദം കേട്ടുകൊണ്ടേയിരുന്നു. രണ്ടാമത്തെ ഷോ കഴിഞ്ഞ് പാളീസായ ഒരു ചിത്രത്തെ പരാതി പറഞ്ഞുകൊണ്ട് ചിലർ കവല കടന്നു മറഞ്ഞു. ഞാൻ താങ്കളെ കാണുവാൻ വന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടിയാണ്. ഇന്ന് താങ്കളെ കണ്ടുമുട്ടുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ലായിരുന്നു. ഏതായാലും നന്നായി. അവൾ വളരെ രഹസ്യമായി എന്തോ അറിയിക്കുവാനെന്നവണ്ണം അല്പസമയത്തേക്ക് നിശബ്ദമായി. അവൾ തന്നെ പറയട്ടെ എന്ന് കരുതി പുഷ്പരാജ് സിഗരറ്റ് ചുണ്ടിൽ വെച്ചുകൊണ്ട് സോഫായിൽ ചാരിക്കിടന്നു. അവളുടെ ഓരോ ചലനങ്ങളെയും വീക്ഷിച്ചുകൊണ്ടേയിരുന്നു. ഇതിനു മുൻപൊരിക്കലും അവളെ അദ്ദേഹം കണ്ടിട്ടില്ലായിരുന്നു. കുറ്റവാളികളുടെ ലിസ്റ്റിലും കള്ളക്കടത്തുകാരുടെ സംഘത്തിലും ഇതേ ആകൃതി വർണ്ണനയുള്ള സ്ത്രീകളെക്കുറിച്ച് കേട്ടിട്ടില്ല. ഞാൻ എന്റെ ചരിത്രം പറഞ്ഞാൽ താങ്കൾ എന്നെ ഈ നിമിഷം ഈ മുറിയിൽ നിന്ന് ഇറങ്ങുവാൻ പറയും. കാരണം അർദ്ധരാത്രി എന്നെ പോലെയുള്ള സ്ത്രീ താങ്കളെപ്പോലുള്ള ഉന്നതന്മാരുടെ മുറിയിൽ കടന്നു വരുന്നത് തന്നെ തെറ്റാണ്. നാളെ ഇത് ഏതെങ്കിലും മഞ്ഞപ്പത്രത്തിൽ വന്നാൽ താങ്കളുടെ സർവ്വ അന്തസ്സും നിഷ്പ്രഭമാവും. അവൾ സ്വയം പരിചയപ്പെടുത്തുവാൻ വളരെ പാടുപെട്ടു. അവളുടെ മുഖവുര ശ്രദ്ധിച്ച മാത്രയിൽ പുഷ്പരാജിന്റെ മസ്തിഷ്കത്തിൽ കൂടി വിവിധ വികാരങ്ങൾ കടന്നുപോയി. അവൾ പറഞ്ഞതിൽ നിന്ന് തന്റെ വ്യക്തിത്വത്തിന് കോട്ട സംഭവിക്കാൻ പോരുന്ന വിധത്തിൽ അവൾക്ക് പെരുമാറുവാൻ അറിയാമെന്നും വേണ്ടി വന്നാൽ അവൾ അതിനും കൂടി തയ്യാറായി വന്നിരിക്കുകയാണെന്നും കൂടി അദ്ദേഹം മറിച്ച് ചിന്തിച്ചു. പക്ഷെ അങ്ങനെയുള്ള അവസരത്തിൽ താൻ ആരാണെന്ന് വെളിപ്പെടുത്തിയേ ഒക്കൂ എന്ന ഗതികേട് അദ്ദേഹത്തിന് സംഭവിക്കും. ഇന്നുവരെ മെഡിക്കൽ റെപ്രസെന്റേറ്റീവായും ഒരു വലിയ കമ്പനിയുടെ ഏജന്റായും പൊതുജന മധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന അദ്ദേഹം ഒരു കുറ്റാന്വേഷണ വിദഗ്ധനാണെന്ന് ജനം മനസ്സിലാക്കും. അത് തന്റെ ഉദ്യോഗത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തൽക്കാലത്തേക്ക് താൻ ഡോക്ടർ മോഹൻദാസ് ആവുകയേ നിവൃത്തിയുള്ളൂ എന്ന് അദ്ദേഹത്തിന് തോന്നി. ഒരു ഡോക്ടറുടെ അടുത്ത് ആർക്കും വരാൻ കഴിയും. അതുകൊണ്ട് ഞാൻ അതിനെ ഭയപ്പെടുന്നില്ല. ഡോക്ടർമാർക്ക് സമയഭേദമില്ലല്ലോ. പുഷ്പരാജ് ചിരിച്ചു. താങ്കൾ ധീരനായ ഒരു ഡോക്ടറാണ്. അതുകൊണ്ട് ഞാൻ എന്റെ കഥ പറയാം. അവൾ തുടർന്നു. ഞാനൊരു അഭിസാരികയാണ്. എന്റെ പേര് സ്ഥിരമായിട്ടില്ല. ഇപ്പോൾ അറിയുന്നത് റീത്ത എന്ന പേരിലാണ്. എന്റെ ഒരു സഹോദരൻ ഈയിടെ ഒരു റെയിൽവേ അപകടത്തിൽ മരിച്ചുവെന്ന് ഞാൻ അറിഞ്ഞു. ഇന്നത്തെ ഒരു പത്രത്തിലാണ് ഞാൻ വിവരം അറിഞ്ഞത്. ആത്മഹത്യയാണെന്ന് സംശയിക്കുന്നവരുമുണ്ട്. താങ്കളാണല്ലോ ആ പോസ്റ്റ്മോർട്ടം നടത്തിയത്. ആ മരണം എങ്ങനെ സംഭവിച്ചുവെന്നറിഞ്ഞാൽ ഉപകാരമായിരുന്നു. പുഷ്പരാജ് അതുവരെ ചിന്തിച്ചതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു ചോദ്യമാണ് അവളിൽ നിന്നുയർന്നത്. പെട്ടെന്ന് മറുപടി പറയുക എന്നത് പണ്ടേ ശീലമില്ലാതിരുന്ന അദ്ദേഹം അവളുടെ ചോദ്യത്തിലെ ഓരോ വാക്കുകളെക്കുറിച്ചും പരിശോധിച്ചു. അവൾ പോയി കഴിഞ്ഞും അവളുടെ സംസാരത്തിലെ അർത്ഥങ്ങൾ ചികഞ്ഞെടുക്കുവാൻ ഒരു കമ്പനിയുടെ അടയാളമുള്ള ഒരു ഡയറി അദ്ദേഹം മേശപ്പുറത്തിട്ടിരുന്നു. ആ ഡയറി 12 അടി ചുറ്റളവിൽ ഉയരുന്ന ഏത് ശബ്ദത്തെയും പിടിച്ചെടുക്കുവാൻ കെൽപ്പുള്ള ഒരു ടേപ്പ് റെക്കോർഡറാണെന്നുള്ളത് ആരും തന്നെ മനസ്സിലാക്കുകയില്ല. ശബ്ദവീചികൾ തട്ടിയാൽ മാത്രം പ്രവർത്തിക്കുന്ന ടേപ്പ് റെക്കോർഡർ. അലസമായി അത് അദ്ദേഹം മേശപ്പുറത്തിട്ടിരുന്നു. അത് ആത്മഹത്യയായിരുന്നു. നാളെ ഭവതി ശ്രമിച്ചാൽ മൃതശരീരം വിട്ടുതരുവാൻ ശ്രമിക്കാം. പുഷ്പരാജ് തീരുമാനത്തിലെത്തി മറുപടി നൽകി.
അവളുടെ മുഖത്ത് യാതൊരു ഭാവഭേദവും പ്രത്യക്ഷപ്പെട്ടില്ല. തലമുടി പിന്നോട്ട് ഒതുക്കിക്കൊണ്ട് അവൾ എഴുന്നേൽക്കുവാൻ ഭാവിച്ചു. ഇരിക്കൂ, പരിചയപ്പെട്ട സ്ഥിതിക്ക് പ്രീതയെക്കുറിച്ച് എനിക്ക് കുറെ കൂടി അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. പുഷ്പരാജ് നയത്തിൽ സംഭാഷണം നീട്ടി. ഒരു ഭാവം അവളുടെ മുഖത്ത് തെളിഞ്ഞു. ഒരു അഭിസാരിക തീർച്ചയായും ഇതുപോലെയുള്ള ഒരവസരം പാഴാക്കുകയില്ലെന്ന് പുഷ്പരാജിന് അറിയാമായിരുന്നു. ഒരുപക്ഷെ ഒരു ഡോക്ടറുടെ മുന്നിൽ, അതും സ്വസഹോദരന്റെ വിവരമറിയാൻ വന്ന സ്ഥിതിക്ക് വളരെ മാന്യമായി പെരുമാറുവാൻ തന്നെ അവൾ തീരുമാനിച്ചു. താങ്കളോട് അറിയാതെ തന്നെ ഒരു കടപ്പാട് എനിക്ക് തോന്നുന്നു. അവൾ വാനിറ്റി ബാഗിൽ നിന്ന് ടവലെടുത്ത് കഴുത്തിനു പിന്നിൽ ഒപ്പിയ ശേഷം യഥാസ്ഥാനത്ത് വെച്ചു. ഫാൻ അപ്പോഴും കറങ്ങിക്കൊണ്ടു തന്നെ ഇരുന്നുവെങ്കിലും അല്പം മുമ്പ് പെയ്ത മഴയുടെ ഫലമായുണ്ടായ തണുപ്പ് നിശേഷം മാറി ചൂടനുഭവപ്പെട്ടു തുടങ്ങിയിരുന്നു. പുഷ്പരാജ് എഴുന്നേറ്റ് ജനാല തുറന്നിട്ടു. കിഴക്ക് നിന്ന് കാറ്റ് ജനാല കർട്ടനുകളെ ചലിപ്പിച്ചുകൊണ്ട് ഉള്ളിലേക്ക് കടന്നു വന്നു. ഒരു തീവണ്ടി അകലെ കൂടി കടന്നു പോകുന്നതിന്റെ ശബ്ദം അവർ കേട്ടു. 1-2 വാഹനങ്ങൾ റോഡിൽ കൂടി എതിർദിശയിലേക്ക് പാഞ്ഞുപോയി. ചരക്കു കയറ്റുന്ന മൂടിക്കെട്ടിയ ഒരു ലോറി റോഡരികിൽ കിടന്നിരുന്നു. കടപ്പാടിന്റെ പ്രശ്നം എന്തിരിക്കുന്നു? ഞാൻ ഇതുവരെ ഭവതിക്ക് യാതൊരു ഉപകാരവും ചെയ്തു തന്നില്ല. നേരെ മറിച്ച് അപകടത്തിൽ നിങ്ങളുടെ സഹോദരനെ രക്ഷിക്കുവാൻ കഴിഞ്ഞെങ്കിൽ അതൊരു കടപ്പാടിന് വഴിതെളിക്കുമായിരുന്നു. തീവണ്ടി കയറിയാൽ എങ്ങനെ രക്ഷപ്പെടുവാനാണ്? അവൾ താണസ്വരത്തിൽ പറഞ്ഞു. ഒരു വിവരം കൂടി ഭവതി ആ പത്രത്തിൽ വായിച്ചില്ലേ? ഒരു യുവതി കൂടി അതേ സ്ഥലത്തു വെച്ച് മരണമടഞ്ഞിട്ടുണ്ട്. അതേ ദിവസം 2 മരണവും ഒന്നിച്ചു നടന്നത് അത്ഭുതകരമായിരിക്കുന്നു. പുഷ്പരാജ് ആഷ്ട്രയിൽ നിന്ന് ഉയർന്നുകൊണ്ടിരുന്ന നേർത്ത പുകയിൽ കണ്ണു നട്ടുകൊണ്ട് പറഞ്ഞു. അടുത്ത മുറിയുടെ വാതിൽ തുറന്നടയ്ക്കുന്ന ശബ്ദം കേട്ടു. ഒരു സ്ത്രീയുടെ പൊട്ടിച്ചിരിയും അതിനോടൊത്ത് ഒരു പുരുഷന്റെ സ്വരവും ഉയർന്നു. ഒരുപക്ഷെ അവർ തീവണ്ടിയിൽ വന്നവരായിരിക്കണമെന്ന് പുഷ്പരാജ് ഊഹിച്ചു. എങ്കിലും അർദ്ധരാത്രിയിൽ പൊട്ടിച്ചിരിക്കുന്നത് കേട്ടപ്പോൾ അദ്ദേഹം നെറ്റിച്ചുളിച്ചു. ആ സ്ത്രീ ആരാണെന്നുള്ളതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഞാൻ ഈ ചോദിക്കുന്നതിൽ തെറ്റിദ്ധരിക്കരുത്. എന്റെ സഹോദരൻ അതേ സ്ഥാനത്ത് ആത്മഹത്യ ചെയ്തതുകൊണ്ട് ഞാൻ തിരക്കിയെന്നേയുള്ളൂ. അവൾ പുഷ്പരാജിന്റെ മറുപടി ലഭിക്കുവാൻ കാത്തു. ആ സ്ത്രീ ഒരു ചലച്ചിത്ര താരമാണ്. പ്രശസ്തിയുള്ള സ്ത്രീയല്ല, എന്നാൽ ജീവിച്ചിരുന്നെങ്കിൽ പ്രശസ്തിയിലേക്ക് ഉയരുമായിരുന്നു. ഓഹോ, അങ്ങനെയാണോ? അവരുടെ പേര് പത്രത്തിൽ ഭവതി വായിച്ചില്ലേ? ഞാൻ സഹോദരന്റെ വാർത്ത വായിച്ചപ്പോൾ മറ്റെല്ലാം മറന്നുപോയി. അവൾ ദുഃഖം നടിച്ചു പറഞ്ഞു. ആ സ്ത്രീയും നിങ്ങളുടെ സഹോദരനുമായി എന്തെങ്കിലും ബന്ധം കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുഷ്പരാജ് അവളുടെ മറുപടി എന്തായിരിക്കുമെന്നറിയാൻ ആഗ്രഹിച്ചു. അവളുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. ഏയ്, ഒരിക്കലുമില്ല. അങ്ങനെയൊരു ബന്ധമുണ്ടാവാൻ യാതൊരു വഴിയുമില്ല. അത് രണ്ടും ഒറ്റപ്പെട്ട സംഭവങ്ങളായിരിക്കും. നിങ്ങളുടെ സഹോദരന് എന്താണ് ജോലി? ചേട്ടൻ ഒരു ഡ്രൈവറാണ്. നിങ്ങളുടെ ജീവിതവൃത്തി ജ്യേഷ്ഠൻ എതിർക്കാറില്ലേ? ഞാൻ കഴിയുന്നതും ചേട്ടന്റെ മുൻപിൽ ചെല്ലാതിരിക്കുവാൻ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ പലപ്പോഴും കേരളത്തിന് വെളിയിലായിരിക്കും. ഈ വിവരം ഞാൻ അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇവിടെ വന്നത്. സഹോദരൻ വിവാഹിതനാണോ? അല്ല. ഇനി നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ ഹോട്ടലിൽ ഒരു മുറി എടുത്തിട്ടുണ്ട്. ഒരു ടാക്സിയിലാണ് ഞാൻ വന്നത്. ടാക്സി റോഡിൽ കിടപ്പുണ്ട്. താങ്കൾ ചെയ്തു തന്ന ഉപകാരത്തിന് നന്ദി. ഞാൻ ഇറങ്ങുന്നു. അവൾ എണീറ്റു. പുഷ്പരാജ് അവളെ വാതിൽ വരെ അനുഗമിച്ചു. അതിനുശേഷം അദ്ദേഹം ജനലിനടുത്ത് പോയി നിന്നു. അവൾ ഗേറ്റ് കടന്ന് റോഡിലെത്തുകയും കാറിന്റെ പിൻവശത്തെ ഡോർ തുറന്ന് അപ്രത്യക്ഷയാവുകയും ചെയ്തു. കാറിന്റെ പിന്നിലെ ചുവന്ന വെളിച്ചം നൽക്കവലയുടെ കിഴക്കോട്ടുള്ള റോഡിലൂടെ നീങ്ങി മറഞ്ഞപ്പോൾ അദ്ദേഹം താഴെ വന്നു. കൗണ്ടറിൽ ഇരുന്ന ചെറുപ്പക്കാരൻ ഉറക്കം തൂങ്ങുന്നുണ്ട്. രഘു, പുഷ്പരാജ് അവനെ വിളിച്ചു. എന്താ സർ? അവൻ തല ഉയർത്തി കണ്ണുകൾ തുടച്ചു. എന്തായിരുന്നു ഉറക്കം? സാധാരണ രഘു രാത്രി മുഴുവൻ ഉറങ്ങാതിരിക്കാറുണ്ടല്ലോ. ഇന്നെന്തുപറ്റി? ഇന്ന് പകൽ ഉറങ്ങിയില്ലേ? പുഷ്പരാജിന് അവനെ വളരെ നാളത്തെ പരിചയമുണ്ടായിരുന്നു. ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് എന്ന നിലയിൽ അദ്ദേഹം അതിനു മുൻപ് അവിടെ തങ്ങിയിട്ടുണ്ട്. അവിടെ താമസിക്കുമ്പോഴെല്ലാം അവന് ടിപ്പ് കൊടുക്കാറുണ്ടായിരുന്നു. ഇന്ന് പകലൊരു കല്യാണമുണ്ടായിരുന്നു സർ, അതുകൊണ്ട് ഉറക്കം പോയി. എന്താ സാർ ഈ സമയത്ത് ഇവിടെ വന്നത്? ഉറങ്ങിയില്ലേ? എന്തെങ്കിലും വാങ്ങണമെങ്കിൽ കടയടച്ചു കഴിഞ്ഞു. സിഗരറ്റ് തീർന്നു കാണും ഇല്ലേ? അവൻ തിരക്കി. അതല്ല, ഞാൻ വേറൊരു കാര്യം അറിയുവാനാണ് വന്നത്. അല്പം മുമ്പ് ഒരു സ്ത്രീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയല്ലോ. അവർ ഇവിടെ വന്ന് എന്തൊക്കെ സംസാരിച്ചു? പുഷ്പരാജ് പോക്കറ്റിൽ നിന്ന് സിഗരറ്റ് കേസ് തുറന്ന് അവന്റെ നേർക്ക് നീട്ടി. നന്ദി രേഖപ്പെടുത്തി ഒരു സിഗരറ്റ് വലിച്ചെടുത്ത് അവൻ ചുണ്ടിൽ വെച്ചു. പുഷ്പരാജ് അവന് ലൈറ്റർ തെളിച്ച് കത്തിച്ചു കൊടുത്തു. ആ സ്ത്രീ ഇവിടെ വന്ന് ഡോക്ടർ മോഹൻദാസിന്റെ റൂമിന്റെ നമ്പർ എത്രയാണെന്ന് ചോദിച്ചു. താങ്കൾ പറഞ്ഞതനുസരിച്ച് ഞാൻ നമ്പർ പറഞ്ഞു. എന്താ, കൈവിട്ടു പോയോ? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അതെനിക്കറിയാം, രഘു അങ്ങനെയേ പറഞ്ഞു കൊടുക്കുകയുള്ളൂവെന്നും. അതല്ല എനിക്കറിയേണ്ടത്. പിന്നെ എന്താണ്? അവൻ അടയാൻ പോകുന്ന കൺപോളകളെ ചെറുത്തുകൊണ്ട് ചോദിച്ചു. ഡോക്ടർ മോഹൻദാസ് ഇന്നിവിടെ താമസമുണ്ടോ? ഇല്ല, ഇന്ന് അദ്ദേഹം വന്നില്ലല്ലോ. എന്ത്? ഡോക്ടർ ഇന്ന് ഈ ലോഡ്ജിൽ മുറി എടുത്തിട്ടില്ലേ? ഇല്ല. തീർച്ചയാണോ? അതെ. ഓഹോ, അങ്ങനെയാണോ?
പുഷ്പരാജിന്റെ നെറ്റിയിൽ ചുളിവുകൾ ഉയർന്നു. അദ്ദേഹം തിരികെ മുറിയിലെത്തി. അവൾ പറഞ്ഞത് മുഴുവൻ കളവാണെന്ന് അദ്ദേഹത്തിന് ഉറപ്പായി. വളരെ വിദഗ്ധമായ രീതിയിൽ തന്നെ സമീപിച്ച് തന്റെ അന്തർഗതം എന്താണെന്ന് മനസ്സിലാക്കുവാനാണ് അവൾ ഇന്നിവിടെ എത്തിയത്. ഡോക്ടറുടെ വസതിയിൽ പോയെന്നും അദ്ദേഹത്തിന്റെ മൃത്യനുമായി സംസാരിച്ചെന്നും പറയുന്നത് അവൾ മനഃപൂർവ്വം കെട്ടിയുണ്ടാക്കിയവയാണ്. താൻ ഇവിടെ ഇന്ന് ക്യാമ്പുണ്ടെന്ന് മനസ്സിലാക്കിയ ആരോ അവർ ലെവൽ ക്രോസിൽ വെച്ച് നടന്ന കൊലപാതകത്തിന്റെ ഉത്തരവാദികളുമാണ്. ഇങ്ങോട്ട് പറഞ്ഞുവിട്ടതാണ് അവളെ. അവളുടെ സഹോദരൻ മരണമടഞ്ഞെന്ന് പറയുന്നത് ഒരടവാണ്. എങ്കിലും ഒരു വസ്തുത അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. ഇതിന്റെ പിന്നിൽ ആരുടെയൊക്കെയോ വിദഗ്ധമായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അവളെ വധിച്ചതിന്റെ പിന്നിൽ ഭീകരമായ എന്തെങ്കിലും രഹസ്യങ്ങൾ കാണാതിരിക്കുകയില്ല. പ്രേതം ആദ്യം റെയിൽ പാളത്തിൽ കിടക്കുകയായിരുന്നു. എന്നാൽ പിന്നീട് അത് മറവ് ചെയ്തു. ഒരുപക്ഷെ ആ കൊലപാതകം നടത്തിയ ആളായിരിക്കും രണ്ടാമത് വധിക്കപ്പെട്ടത്. രഹസ്യം ചോർന്നു പോകാതിരിക്കുവാനാണ് അയാളെ കാലപുരിക്കയച്ചത്. അയാൾ അവളുടെ സഹോദരനാണെന്ന് പറഞ്ഞത് കൂടുതൽ അന്വേഷണം തുടരാതിരിക്കുവാൻ വേണ്ടിയാണ്. ആ മൃതശരീരം ഏറ്റുവാങ്ങി മറവ് ചെയ്യുവാൻ ആരോ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അതോടെ അയാളെക്കുറിച്ചുള്ള അന്വേഷണം അവസാനിക്കുകയും ചെയ്യും. അതൊരു കൊലപാതകമല്ലെന്ന് വരുത്തിക്കൂട്ടുവാനാണ് അവളുടെ ശ്രമം. ആത്മഹത്യയായി ചിത്രീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ സംഭവത്തിന്റെ തിരശ്ശീല വീണ് കഴിയുമെന്ന് അവളെ പറഞ്ഞയച്ചവർക്ക് അറിയാമായിരുന്നു. പുഷ്പരാജ് ഡിവൈഎസ്പിക്ക് അപ്പോൾ തന്നെ ഫോൺ ചെയ്തു. അദ്ദേഹം ഉറങ്ങിയിരുന്നില്ല. പുഷ്പരാജ് മുറി പൂട്ടി താഴെ ഇറങ്ങി. ഹോട്ടലിന് മുന്നിൽ രാത്രികാലങ്ങളിൽ കിടക്കാറുള്ള ടാക്സി അപ്പോഴും ഉണ്ടായിരുന്നു. ഡ്രൈവർ? പുഷ്പരാജ് പിൻസീറ്റിൽ ഉറങ്ങുന്ന ഡ്രൈവറെ വിളിച്ചുണർത്തി. എവിടെ പോണം സർ? അവൻ കണ്ണു തിരുമി മുൻവശത്തു വന്നു. ഡിവൈഎസ്പിയുടെ വീട്ടിലേക്ക്. പുഷ്പരാജ് പിൻസീറ്റിൽ കയറിക്കൊണ്ട് പറഞ്ഞു. അയാൾ കാർ സ്റ്റാർട്ട് ചെയ്തു. ഹോട്ടലിന്റെ മുന്നിലെത്തിയപ്പോൾ അദ്ദേഹം കാർ നിർത്തുവാൻ പറഞ്ഞു. ഞാൻ 2 മിനിറ്റിനകം വരാം. അദ്ദേഹം വാച്ചറെ വിളിച്ചുണർത്തി. എന്തു വേണം സർ? മുറി ഒഴിവുണ്ടെന്ന് തോന്നുന്നില്ല, പരിചയമുള്ള വാച്ചർ അറിയിച്ചു. അതിനല്ല, അരമണിക്കൂർ മുമ്പ് ഒരു സ്ത്രീ തനിച്ച് ഇവിടെ കാറിൽ വന്നിറങ്ങിയോ? അവർ ഇവിടെ മുറിയെടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പുഷ്പരാജ് ചോദിച്ചു. ഇല്ല സർ, ഇന്ന് സ്ത്രീകൾ ആരും തന്നെ മുറിയെടുത്തിട്ടില്ല. ഇന്നൊരു സാഹിത്യ സെമിനാർ പ്രമാണിച്ച് മുറി മുഴുവൻ അവർ ബുക്ക് ചെയ്തിരിക്കുകയാണ്. സാറിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്, വാച്ചർ പുഞ്ചിരിയോടെ പറഞ്ഞു. വാട്ട് എ ഡെവിൾ ഷീ ഈസ്. പുഷ്പരാജ് കാറിലിരുന്ന് മന്ത്രിച്ചു. കാർ ഡിവൈഎസ്പിയുടെ വസതിയുടെ മുൻപിൽ നിർത്തി. അദ്ദേഹം വായന മുറിയിലിരുന്ന് എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാർ വന്ന് നിന്നയുടനെ അദ്ദേഹം വാതിൽ തുറന്നു. പുഷ്പരാജ് ഡ്രൈവറെ തിരികെ അയച്ചു. ഹലോ, ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. എന്താ, പുതിയ സംഭവ വികാസങ്ങൾ വല്ലതും ഉണ്ടായോ? മിസ്റ്റർ ഫ്രാൻസിസ് ചോദിച്ചു. ഉണ്ട്, വളരെ രസകരമായ അനുഭവങ്ങൾ. പുഷ്പരാജ് നടന്ന സംഭവങ്ങൾ അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കി. അപ്പോൾ ഇതൊരു സാധാരണ സംഗതിയല്ല. ഒരു വലിയ ചങ്ങലയുടെ ഒരു ചെറിയ കണ്ണിയിൽ മാത്രമേ നാം പിടിച്ചിട്ടുള്ളൂ. നാളെ ഒരുപക്ഷെ അവൾ വരുമായിരിക്കും. അവളെ പിടികൂടിയാൽ നമുക്ക് എല്ലാ വിവരങ്ങളും അറിയുവാൻ കഴിയും. അതിലൽപ്പം അപാകതയുണ്ട്. അവളെ പിടികൂടിയാൽ എതിരാളികൾക്ക് കരുതിയിരിക്കുവാൻ പ്രേരണ ലഭിക്കും. അവളിൽ നിന്ന് ഒന്നും ലഭിച്ചില്ലെങ്കിൽ നമുക്കതൊരു പരാജയമായിരിക്കും. അതുകൊണ്ട് അവളെ സ്വതന്ത്രയായി വിടുകയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പുഷ്പരാജ് അഭിപ്രായപ്പെട്ടു. അതും ശരിയാണ്. നാളെ അവൾ മൃതശരീരം ഏറ്റുവാങ്ങുവാൻ വരുമ്പോൾ കസ്റ്റഡിയിൽ എടുക്കണ്ടെന്നാണോ താങ്കളുടെ ആശയം? ഡിവൈഎസ്പി ചോദിച്ചു. എന്റെ സംശയം അവൾ വരില്ലെന്നാണ്, പുഷ്പരാജ് പെട്ടെന്ന് പറഞ്ഞു. അതെന്താ? ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ അവൾ വരുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് മിസ്റ്റർ പുഷ്പരാജ് ഇപ്രകാരം പറയുന്നത്? ജിജ്ഞാസയോടെ ഫ്രാൻസിസ് ചോദിച്ചു. ഈ കേസിന്റെ ഏതെങ്കിലും തുമ്പ് ലഭിക്കണമെങ്കിൽ മരണമടഞ്ഞ പുരുഷൻ ആരെന്നും അയാൾക്ക് ആരോടൊക്കെ ബന്ധമുണ്ടെന്നും കണ്ടുപിടിക്കണം. അതിൽ കൂടി കുസുമത്തിന്റെ കൊലപാതകത്തിന്റെ കാരണങ്ങളിലേക്ക് നമുക്ക് വെളിച്ചം വീശുവാൻ കഴിയും. അതുകൊണ്ടാണ് അയാളുടെ ശരീരം ഏറ്റുവാങ്ങുവാൻ ഒരു അഭിസാരിക തയ്യാറായി വന്നത്. അവളെ ആരോ പറഞ്ഞയച്ചതുമാണ്. ഈ അവസരത്തിൽ ഫോൺ ശബ്ദിച്ചു. ഡിവൈഎസ്പി റിസീവർ കയ്യിലെടുത്തു. ഫോൺ താഴെ വയ്ക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞിരുന്നു. എന്താണ് വിശേഷം? പുഷ്പരാജ് ജിജ്ഞാസയോടെ മിസ്റ്റർ ഫ്രാൻസിസിന്റെ മുഖത്തേക്ക് നോക്കി. നമുക്കുടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകണം. അദ്ദേഹം വേഗം വേഷം മാറി തയ്യാറായി. രണ്ടുപേരും കാറിൽ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു. അന്നുവരെ അത്രയും വേഗം പുഷ്പരാജ് കാർ ഓടിച്ചിരുന്നില്ല. വളവുകൾ തിരിഞ്ഞപ്പോൾ വിസിൽ ശബ്ദം മുഴങ്ങി.